ഓം ശാന്തി. ബാബ പറയുകയാണ്, മക്കളെ, ഇപ്പോൾ സമയമനുസരിച്ച് സമർപ്പണ ഭാവത്തെ വലുതാക്കും. മറ്റേത് കാലഘട്ടത്തെ അല്ലെങ്കിൽ സമയത്തെ അപേക്ഷിച്ചും കൂടുതലായി സമർപ്പണ ഭാവത്തിന് പ്രാധാന്യമുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഭക്തിമാർഗത്തിൽ ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്. ബലിദാനങ്ങളുടെയും സമർപ്പണത്തിൻ്റെയും എല്ലാം കഥകൾ. ഏതൊരു മതത്തിലെ ചരിത്രം പരിശോധിച്ചാലും അവിടെയെല്ലാം വളരെയധികം സമർപ്പണത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ ഭക്തിയിൽ നമ്മൾ പറയാറുണ്ട് നവതാ ഭക്തി. ആരാണോ നവതാ ഭക്തി ചെയ്യുന്ന ഭക്തർ, അവർക്ക് ഈശ്വരൻ അല്ലെങ്കിൽ അവർ ആരെയാണോ ഉപാസിക്കുന്നത്, അവർ ഏത് ദേവതയാണോ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്, ഏത് ദേവതയിലാണോ തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും പരിപൂർണമായിട്ട് ഏകാഗ്രമാക്കി വെച്ച് സാധന ചെയ്യുന്നത്, ആ ദേവതയുടെ, അതായത് ഒരു ഭക്തൻ്റെ ഭാവന എന്താണോ ആ ഭാവനയ്ക്കനുസരിച്ചുള്ള സാക്ഷാത്കാരം കിട്ടും. ബാബ മുരളി പറയുന്ന വാക്കാണ് ഭാവനാക്കോ എന്ത് കിട്ടും? ഭാട. ഭാവനയ്ക്കുള്ള പ്രതിഫലം കിട്ടും. ഗണേശൻ്റെ പൂജാരിക്ക് ഗണേശ രൂപത്തിലും, ഹനുമാന്റെ പൂജാരിക്ക് ഹനുമൽ രൂപത്തിലും, അങ്ങനെ ഏതേത് രൂപത്തിലാണോ അവർ കൂടുതൽ ഉപാസന ചെയ്യുന്നത് ആ രൂപത്തിലായിരിക്കും അവർക്ക് ദർശനങ്ങൾ ലഭിക്കുക. ഇത് ഭക്തി മാർഗത്തിലെ ഒരു രീതിയാണ്. സാക്ഷാത്കാരം കിട്ടുക, ദർശനം ലഭിക്കുക. അതിന് നവതാ ഭക്തി ചെയ്യണമെന്നാണ് പറയുന്നത്. നവതാ ഭക്തി, അതായത് ഭക്തിയിൽ തന്നെ 9 പ്രകാരത്തിലുള്ള ഭക്തിയുണ്ട്. അത് 9ഉം ആക്യുറേറ്റ് ആയിരിക്കണം. അതേപോലെ ബാബ പറയാണ്, ആരാണോ നവതാ ഭക്തി ചെയ്ത ഭക്തർ, ആണ് പുരാനെ ഭഗത്, പഴയ ഭക്തർ എന്നാണ് ബാബ ഉദ്ദേശിക്കുക. ദ്വാപരയുഗം മുതൽ തന്നെ ആ ഭക്തിയുടെ സതോപ്രധാന കാലഘട്ടത്തിലുള്ള സതോപ്രധാനമായ അവ്യഭിചാര ഭക്തി തുടങ്ങിയത് എപ്പോഴാണോ ആ സമയം മുതൽ ഭക്തി ചെയ്ത ആത്മാക്കളെയാണ് ബാബ പുരാനെ ഭഗത്, പഴയ ഭക്തർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പഴയ ഭക്തർ ആരാ? അത് മറ്റാരുമല്ല, സാദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലെ 33 കോടി ദേവാത്മാക്കൾ തന്നെയാണ് ആ ലൈനിലും വരുന്നത്. അതുകൊണ്ട് എന്താണ്, ആരാണോ പഴയ ഭക്തന്മാരായിട്ടുള്ളവർ, അവരാണ് സംഗമയുഗത്തിൽ വന്നിട്ട് ഭഗവാനിൽ നിന്നും ജ്ഞാനമെടുക്കുന്നത്. ആദ്യം ഭക്തി ചെയ്ത ആത്മാക്കൾ ആദ്യം ജ്ഞാനമെടുക്കും. അപ്പോൾ പറയുന്നു, ഇതിനും ഒരു കണക്കുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ഭക്തി ചെയ്യില്ല. ജന്മങ്ങൾ ഒരേപോലെ അല്ലല്ലോ. നമ്പർ വാർ ആയതുകൊണ്ട് ഏതുപോലെ നമ്പർ വാർ ആയിട്ട് ജന്മമെടുത്തോ അതിനനുസരിച്ച് അതുപോലെ തന്നെ ഭക്തിയിലും നമ്പർ വാർ ആയിരിക്കും. ആ ഭക്തി ഏതുപോലെ നമ്പർ വാർ ആകുന്നോ അതുപോലെ തന്നെ ജ്ഞാനത്തിലും നമ്പർ വാർ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ, ഈ ജ്ഞാനം അല്പം കൂടി നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ. 1936 ഭഗവാൻ ഭൂമിയിൽ വന്നു. എനിക്ക് ജ്ഞാനം കിട്ടിയത് 1999 നോക്കിയപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്, അല്പം കൂടി നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നു. പിന്നീട് ബാബ ഈ ഒരു കണക്ക് പറഞ്ഞു തോന്നും. ഇതാണ് പുരാനെ ഭഗത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതിനും അതിൻ്റെതിന് കണക്കുണ്ടാകുമല്ലോ. വർഷങ്ങളുടെ കണക്ക്, ജന്മങ്ങളുടെ കണക്ക്, പൊസിഷൻ്റെ കണക്ക്. ആ കണക്ക് ഡ്രാമയിൽ ഫിക്സ്ഡ് ആണ്. ഡ്രാമ മേ നൂന്ത് ഹേ, ഡ്രാമ മേ ഐസാ ഹേ, ഐസാ ദാ, ഐസാ ഹേ, ഐസേ ഹോങ്കി. ഡ്രാമയിൽ അങ്ങനെ ആയിരുന്നു, ഡ്രാമയിൽ ഇങ്ങനെയാണ്, ഡ്രാമയിൽ ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നൊരു ചോദ്യത്തിനൂടെ പ്രസക്തിയില്ല. എൻ്റെ ടേൺ വരുമ്പോൾ ഞാൻ വരും. അത് ജീവൻ മുക്തിയിലായാലും ഭക്തിയിലായാലും ജ്ഞാനത്തിലായാലും. അപ്പോൾ ആ പഴയ ഭക്തർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് സത്യത്രേതായുഗത്തിലെല്ലാം ജീവിച്ചതിൻ്റെ
ഓൾ റൗണ്ട് പാർട്ട് അഭിനയിച്ചതിൻ്റെ സംസ്കാരമുള്ളത് കൊണ്ട് ആ പഴയ ഭക്തരാരാണോ അവർക്കായിരിക്കും ബാബയുടെ ജ്ഞാനം വളരെയധികം ടച്ച് ആകുന്നത്. എന്തുകൊണ്ടാണ് പഴയ ഭക്തരെന്ന് പറഞ്ഞത്? കാരണം പഴയ ഭക്തരുടെ പ്രത്യേകത അവർ ചെയ്തത് അവ്യഭിചാര ഭക്തിയായിരുന്നു, കാമ്യഭക്തി ആയിരുന്നില്ല, അവ്യഭിചാര ഭക്തി, സദോപ്രധാന ഭക്തി. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴും സംഭവിച്ചു, അവ്യഭിചാര ഭക്തി പിന്നീട് വ്യഭിചാര ഭക്തിയായി. ദ്വാപരികത്തിൻ്റെ അവസാനത്തോടു കൂടി അതൊക്കെ വ്യഭിചാര ഭക്തി. വ്യഭിചാര ഭക്തി ആ ഒരേയൊരു പരമാത്മാവിനെ കൂടാതെ മറ്റു പലതിനെയും, സദോ പ്രധാന ഭക്തിയിൽ ഒരേയൊരു പരംപിത പരമാത്മാവിനെ മാത്രം ഓർമ്മിച്ചു കൊണ്ടിരുന്നു, അതിൻ്റെ മാത്രം ഒന്നിൻ്റെ പൂജ ചെയ്തു. സദോ ഭക്തിയിലേക്ക് വന്നപ്പോഴത്തേക്കും ദേവീദേവന്മാരുടെ പൂജയും ആരംഭിച്ചു. മോശം നല്ലത്, അത് സദോ പ്രധാനത പോയി, പക്ഷെ സദോയാണ്. അവിടെ നല്ല ഭാവനയുണ്ട്, മൈൻഡ് നല്ല പോസിറ്റീവാണ്. അത്രയും ദേവതകളെ സ്നേഹിച്ചിരുന്നു, ആത്മാർത്ഥമായി സത്യസന്ധമായി ഭക്തി ചെയ്തിരുന്നു, അതിൽ കളങ്കമുണ്ടായിരുന്നില്ല. അവർ ചെയ്ത ഭക്തി നിസ്വാർത്ഥവും ആത്മാർത്ഥവുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കോ പതുക്കെ 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 രജസഭാവത്തിലേക്ക് വന്നപ്പോഴത്തേക്കും പ്രകൃതിയെ പൂജിക്കാൻ തുടങ്ങി, തത്വപൂജ ആരംഭിച്ചു. അപ്പം തത്വപൂജ ആരംഭിച്ചപ്പോൾ കൂടുതൽ കൂടുതൽ ഭക്തി ദേഹബോധത്തിന് അടിമയാകാൻ തുടങ്ങി. അപ്പം ചൈതന്യത്തെക്കാൾ കൂടുതൽ ദേഹത്തിനും രൂപങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പൂജ വന്നു. പ്രകൃതിയെ പൂജിക്കാൻ തുടങ്ങിയതോടുകൂടി എന്തായി? രജോ ഭക്തിയായി. പിന്നെ ഇങ്ങോട്ട് കൂടി വന്നപ്പോഴത്തേക്ക് രജോ പ്രധാനതയിലേക്ക് വന്നു. അവസാനം തമോ പ്രധാന ഭക്തി. അല്ല, തമോ പ്രധാന ഭക്തി അത് ഗീതയിലത് വ്യക്തമായി ഭഗവാൻ പറയുന്നുണ്ട്. എന്താണത്? അതായത് മറ്റുള്ള അശുദ്ധ ആത്മാക്കളെ വെച്ചുകൊണ്ടുള്ള പൂജ, ശ്മശാന പൂജ എന്ന് പറയാം. പ്രേത പൂജ, പിശാച പൂജ, ശ്മശാന പൂജ. പ്രേത പൂജ ഏതെങ്കിലും ശവമടക്കിയ ശവക്കല്ലറകളിൽ പോന്നിട്ട് ശവക്കല്ലറകളെ സ്മൃതി മന്ദിരമാക്കി വെച്ചുകൊണ്ട് അതിനെ പൂജിക്കുക, അതാണ് പ്രേത പൂജ. അത് ഡെഡ് ബോഡിയെ പൂജിക്കുന്നു, അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിനെ നമ്മൾ നമസ്കരിക്കുന്നു. പിന്നെ ഭൂതപൂജ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പഞ്ചതത്വങ്ങളുടെ പൂജയാണ്. ശേഷം പിന്നെയാണ് ഈവിൽ സ്പിരിറ്റുകളെ പൂജിക്കുന്നത്. അങ്ങനെയുണ്ട് ഒടിയൻ, മാടൻ, മറുത, ചാത്തൻ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒരു കൺസെപ്റ്റ് ഭക്തിയിലില്ലേ? അതൊക്കെ എന്താണ്? ഈവിൽ സ്പിരിറ്റുകളാണ്. അപ്പോൾ താൽക്കാലികമായ ഭക്തി, കാമന കൂടി സാധന കുറഞ്ഞു. കാമ്യഭക്തിക്കാർ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നവരെയാണ്. അവർ ആഗ്രഹങ്ങളെയാണ് ഭക്തി ചെയ്യുന്നത്. അവർക്ക് ആഗ്രഹങ്ങൾ നടക്കണം. ഭഗവാൻ ഉണ്ടോ ഇല്ലയോ അതൊരു വിഷയമല്ല, വിശ്വാസം ഒരു വിഷയമേ അല്ല. കാര്യങ്ങൾ സാധിക്കണം. അതെങ്ങനെ? തൻ്റെ എഫർട്ട് കൊണ്ട് പറ്റാത്തത് മറ്റേതെങ്കിലും ശക്തിയെ സ്വായത്തമാക്കിക്കൊണ്ട് അവരിലൂടെ തൻ്റെ കാര്യങ്ങൾ നടക്കുമെങ്കിൽ അതിനു വേണ്ടി ഒരു കുറുക്ക് വഴി തേടുന്നതാണെന്ത്? ഈ പറയുന്ന കാമ്യഭക്തി. ഭാവന്ന് പ്രേത പൂജ, പിശാച പൂജ, അങ്ങനെയുള്ള പൂജ ചെയ്യുന്നവരാരും അർജുന എന്നെ പ്രാപിക്കുന്നതല്ല. ഒരുവൻ ഏത് ഭാവത്തോടുകൂടി ഏതൊന്നിനെ പൂജിക്കുന്നുവോ അവൻ അവരുടെ ലോകത്തിലേക്ക് പോകുമെന്നാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നിലെത്തണമെങ്കിൽ എൻ്റെ പൂജ ചെയ്തേ പറ്റൂ. പക്ഷെ ഇതായിക്കോട്ടെ, ഈ വ്യഭിചാര ഭക്തിയിലായാലും അവ്യഭിചാര ഭക്തിയിലായാലും എല്ലാത്തിലും ഒരു കാര്യമുണ്ട്, സമർപ്പണം. നവതാ ഭക്തിയിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ആത്മസമർപ്പണം. സ്വയത്തെ സമർപ്പിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ ക്രിസ്ത്യൻസിലാണെങ്കിൽ ധാരാളം പേര് എന്ത് ചെയ്യുന്നു? സമർപ്പണ ജീവിതത്തിലേക്ക് വന്നു പറയുവർ. കന്യാസ്ത്രീയാകുന്നതും അല്ലെ, അതുപോലെ പള്ളിയിലെ ചാനത്തേക്ക് എന്താണ് അവർ പറയുന്നത്? സമർപ്പണ ജീവിതം എന്നാണ്. പൂർണ്ണമായും തൻ്റെ ജീവിതം ഈശ്വരീയ സേവനത്തിന് വേണ്ടി അല്ലെ, ഒന്നിൽ തന്നെ. നൺസ് എന്നല്ല ആരെ വിളിക്കുക? കന്യാസ്ത്രീ വിളിക്കുന്നവർ നൺസ് എന്നാണ്. നൺസ് മീൻസ് നൺ ബട്ട് വൺ. എനിക്കൊന്നുമില്ല, എനിക്കൊന്നും ആരുമില്ല, ഒരു ഭഗവാൻ മാത്രം. ഒരു ഭഗവാനല്ല, ഒരു ക്രൈസ്റ്റ് മാത്രം. ഇപ്പോൾ ഞാൻ ക്രൈസ്റ്റിൻ്റെ മണവാട്ടിയാണ്. നമ്മൾ പറയും ആഷിക് മാഷുക്ക റിലേഷൻഷിപ്പ്. ഇവിടെ നമ്മൾ പരമാത്മാവിനെ സ്വന്തം പ്രിയതമനായി കണ്ടിട്ട് നമ്മൾ ഭഗവാനിൽ സമർപ്പണം ചെയ്യുന്നത് പോലെ അവരവിടെ ക്രിസ്തുവിനെ തൻ്റെ ആശിക്കാക്കി വെച്ചുകൊണ്ട് സ്വയം ആശുക്കായിട്ട് അതിൽ സമർപ്പണം ചെയ്തിട്ട് അവർ പറയും നൺസ് ആണെന്ന് പറയും. നൺസ് മീൻസ് എനിക്ക് ആരുമില്ല, ലോകത്തിൽ സംബന്ധികളായിട്ടൊന്നുമില്ല, പക്ഷേ ബട്ട് വൺ ഉണ്ട്. ഏക് ബാബ് ദൂസറ നക്കോയ്, ഏക് ബാബ്, അതാണ് നൺ ബട്ട് വൺ. ഒരേ ഒരു ബാബ അല്ലാതെ രണ്ടാമതൊന്നില്ല എന്നുള്ള ഒരു ഭാവത്തിൻ്റെ സമർപ്പണം. അതെല്ലാ ധർമ്മത്തിലും, ബുദ്ധധർമ്മത്തിലും വലിയ ധാരാളം ആളുകൾ സമർപ്പണ ജീവിതം നയിക്കുന്നില്ലേ, സന്യാസിമാരാകുന്നില്ല. അങ്ങനെ ലോകത്തിലെ ഏത് ധർമ്മം എടുത്തു നോക്കിയാലും അവിടെയെല്ലാം സമർപ്പണത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ സംഗമയുഗത്തിൽ ബാബ നമുക്ക് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സമർപ്പണ ജീവിതത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അവിടെയെല്ലാം സമർപ്പണ ജീവിതം അവർ എന്ത് ചെയ്തു?
ബാക്കിയുള്ളതെല്ലാം വിട്ടിട്ട് ലൈക്ക് വീട് വിട്ട് അവൻ കർബാർ ചോട്കർക്ക് വീടെല്ലാം വിട്ടിട്ട് അവരെന്ത് ചെയ്തു? ജംഗൽ മീൻചലേ കാട്ടിലേക്ക് പോയി. അവിടെ ഇരുന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? പരിധിയുള്ള വൈരാഗികളായിട്ട് സമർപ്പണ ഭാവത്തിൽ തപസ് ചെയ്തു. എന്നാൽ ഇവിടെ ബാബ നമ്മളോട് പറയുന്നതാണ്, നമ്മുടെ പക്കൽ എന്തെല്ലാം ഉണ്ടോ ദേഹസഹിതം ദേഹത്തിൻ്റെ സർവ്വസംബന്ധങ്ങളെയും ഉപേക്ഷിക്കാനല്ല, അതിനെല്ലാം ബാബയിൽ സമർപ്പണം ചെയ്തിട്ട് ഇതെന്താണ്? അമാനത്താണ്, ഭഗവാൻ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുവാണെന്നുള്ള വിചാരത്തോടു കൂടി ട്രസ്റ്റി ഭാവനയിൽ അതിനെയെല്ലാം നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന അങ്ങനെയുള്ള ഒരു സമർപ്പണ ഭാവന. ഇതൊരു പുതിയ രീതിയാണ്, ഇതൊരു സംതിങ് ന്യൂ നെസ്. ഇന്ന് വരെ നമ്മൾ കേട്ട് പഠിച്ച സമർപ്പണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമർപ്പണ രീതിയാണ് സംഗമയുഗത്തിൽ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വാക്ക് നോക്കിയുള്ള സമർപ്പൺ അർത്ഥം സം അർപ്പൺ എന്നാണ്. സം മീൻസ് ടോട്ടൽ. നമ്മളതിനെ സർവവംശത്യാഗം എന്ന് പറയും. ഭക്തിയിൽ പറയും സർവവംശ പരിത്യാഗി. തനിക്ക് എന്തെല്ലാം ഉണ്ടോ വംശസഹിതം അംശസഹിതം മുഴുവനെയും പരിത്യജിച്ച് ഭിക്ഷാന്തേഹിയായി വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നവരെയാണ്, അവധൂതന്മാരായി നടക്കുന്നവരെയാണ് നമ്മൾ വിളിക്കുക സർവവംശത്യാഗി. അവർക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയും, വേറൊന്നും അവർക്ക് ഇല്ല. എന്നാൽ ഇവിടെ ബാബ നമുക്ക് ഒരു മാനസിക തലത്തിൽ എനിക്ക് ബാബ മാത്രമേ ഉള്ളൂ, ആരുമില്ല, എന്നാൽ എനിക്കെല്ലാം ഉണ്ട് താനും. രാജാവുമാണ്, രാജാവർത്ഥാണ് എല്ലാ അറ്റൈൻമെൻറ്റ്സും ഉള്ള ആളും രാജാവ്, രാജകനല്ല. എനിക്കെല്ലാം ഉണ്ട്, എന്നാൽ ഞാൻ യോഗിയുമാണ്. അപ്പം എല്ലാം ഉണ്ടായിട്ടും ആ ഉള്ളതിന് നടുവിൽ ഏകാന്തത, ഏകത്വം, ഒറ്റപ്പെടൽ, വേറിട്ടിരിക്കുന്ന അനുഭവം ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സമർപ്പണ ജീവിതം. എന്തെന്ത് ചെയ്യുന്നു? നമ്മൾ ശരീരസഹിതം ഭഗവാന് സമർപ്പണം ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഭക്തിയിൽ നമ്മൾ മഹാബലി എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ മഹാബലി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അതൊരവസ്ഥയാണ്. ഓരോ ജീവാത്മാക്കളും പരമാത്മാവാകുന്ന ഈശ്വരനെ മുമ്പിൽ ചെയ്യുന്ന സമർപ്പണ ഭാവത്തെ, മഹത്തായ ഭാവത്തെ എന്ത് വിളിച്ചു? ബലിഷ്ടം പോലെയുണ്ട്. പക്ഷെ മഹാബലി എന്ന് പറയുമ്പോൾ ബലികളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇപ്പോൾ മഹാനവമി, മഹാശിവരാത്രി, രാജയോഗം എന്നപ്പോൾ എന്താണ്? ഇവിടെ ആ യോഗം എന്ന വാക്കും രാജ ചേർക്കുമ്പോൾ സംതിങ് ഡിഫറെൻ്റ് ആയി, ഒരു വിശേഷണം കൂടി ചേർത്തു. അപ്പോൾ മറ്റുള്ള യോഗമല്ല എന്നൊരു ധ്വനി അവിടെ ഉണ്ട്. രാജയോഗം എന്ന് പറയുമ്പോൾ മറ്റുള്ള യോഗങ്ങളിൽ നിന്നും എന്തോ ഒരു വ്യത്യാസമുണ്ട്. മഹാനവമി, അപ്പോൾ ആ നവമിക്ക് എന്തോ മഹത്വമുണ്ട്. എല്ലാ നവമിയും പോലെയല്ല, ഇതൊരു മഹാനവമിയാണ്. മഹാശിവരാത്രി, അവിടെ മഹാ എന്ന് ചേർക്കുമ്പോൾ അവിടെ എന്തോ മഹത്വമുണ്ട്. സംതിങ് ഡിഫറെൻ്റ് ആൻഡ് സംതിങ് എലിവേറ്റഡ് എന്ന് അവിടെ ഒരു ധ്വനി കൊടുക്കുന്നുണ്ട്, മഹാ എന്ന വിശേഷണം. അതേപോലെ മഹാബലി, ആ ബലി എന്ന വാക്ക് കോമൺ ആണ്, അതെല്ലാവരും ചെയ്യാറുണ്ട് അല്ലെ? ഭക്തിയിൽ നമ്മൾ ധാരാളം മൃഗങ്ങളെ ബലി കൊടുക്കാറില്ലേ? അതും ബലിയിൽ ഇന്നും കൊടുക്കുന്നില്ലേ? അതിൽ വെച്ച് ഭക്തിയിൽ ഏറ്റവും വലിയ ബലിയായി കണക്കാക്കുന്ന നരബലിയാണ്. കാര്യം നരബലി ചെയ്താൽ തീർച്ചയായിട്ടും ഭഗവാൻ പ്രസാദിച്ചിരിക്കും, അത് ഉറപ്പാണ്. വാസ്തവത്തിനർത്ഥം എന്താണ്? നരബലി എന്നാൽ ഒരു നരനെ കൊല്ലുക എന്നല്ല, മറിച്ച് നരൻ തന്നെ സ്വയം ബലിയാകണം. ഇതിപ്പോൾ എൻ്റെ പക്കൽ എനിക്ക് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ ബലി കൊടുത്തു, ഭഗവാൻ ഇതൊന്നും പോയി, നീ തന്നതെല്ലാം നിൻ്റേതാണ്, പക്ഷെ നിന്നെ എനിക്കിതാ, നീ തന്നതെല്ലാം നിൻ്റേതാണ്. നിൻ്റെ ധനം തന്നു, നിൻ്റെ ബന്ധുജനങ്ങളെ തന്നു, നിൻ്റെ പശുവിനെ തന്നു, നിൻ്റെ കോഴിയെ തന്നു, എല്ലാം, പക്ഷെ നീ ഒന്നുകൂടെ തരണം എനിക്ക്, അതുകൂടെ വേണം. ആ ബലി പൂർണ്ണമാകണമെങ്കിൽ നീ തന്നെ നിന്നെ എനിക്ക് തരുമോ? ഞാൻ ഇഷ്ടപ്പെടുന്നു നിന്നെയാണ്, നിൻ്റെ സാധനങ്ങൾ എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മതി അല്ലെ? അർജുനൻ ഭഗവാനെ കാണാൻ പോയിട്ട് പറഞ്ഞെന്താണ്? ഭഗവാനെ, കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ എനിക്ക് അങ്ങ് മാത്രം എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, എനിക്ക് അങ്ങനെ അശ്വനി സൈന്യം അതൊക്കെ ദുര്യോധന കൊടുത്തോട്ടെ, എനിക്കൊന്നും വേണ്ട, എൻ്റെ കൂടെ അങ്ങ് മാത്രം മതി. അപ്പം ദുര്യോധനൻ ചോദിച്ചത് ഭഗവാന്റേതിനെയാണ്, ഭഗവാന്റെ പക്കൽ എന്തൊക്കെയുണ്ട് അത് ചോദിച്ചപ്പോൾ അർജുനൻ ചോദിച്ചത് ഭഗവാന്റെ സാധനങ്ങളെയല്ല, സ്വയം ഭഗവാനെ തന്നെയാണ്. അതേപോലെ തിരിച്ച് ഭഗവാനും ചോദിക്കുന്നത് എന്താണ്? എനിക്ക് വേണ്ടത് നിന്നെയാണ്, നിന്റെ സാധനങ്ങളല്ല. അപ്പോൾ ഭക്തിയിൽ നമ്മൾ പലതും ബലി കൊടുക്കും, പക്ഷെ ആരും സ്വയം ബലിയാകാറില്ല. എന്നാൽ ആരാണോ സ്വയം ബലിയാകുന്നത്, ആ ബലിയാകുന്ന അവസ്ഥയാണ് മഹാബലി. സാധനങ്ങളെ ബലി കൊടുക്കുന്നതിനപ്പുറം ആ സാധനങ്ങളുടെ ഉടമയാരാണ്, ആ ഉടമ തന്നെ സ്വയം ആരാകുന്നു? ബലിയാകുന്നു. അപ്പം നരൻ ആരാണ്? എല്ലാത്തിൻ്റെയും ഉടമയാണ്. അപ്പം അങ്ങനെ ഉടമയായിരിക്കുന്ന നരൻ തനിക്കുള്ളതെല്ലാം എൻ്റേതിനെല്ലാം സമർപ്പണം ചെയ്ത ശേഷം ബാക്കി ഞാനുണ്ടല്ലോ, ആ എന്നെയും ഞാൻ എന്ത് ചെയ്യും? ആ നരനെ തന്നെ എന്ത് ചെയ്യുന്നു?
ഭഗവാനെ ആത്മസമർപ്പണം ചെയ്യുന്ന ആ ഭാവമാണ് നരബലി. അപ്പോൾ ആ നരബലി കൊടുത്ത പിന്നീട് മിച്ചമൊന്നുമില്ല. എൻ്റെ സാധനവും ഞാൻ കൊടുത്തു, എന്നെയും ഞാൻ കൊടുത്തു, ഇനി ബാക്കി എന്താണ് അവശേഷിക്കുന്നത്? ഇനി ഭഗവാൻ ചോദിക്കാൻ വല്ലതും ഉണ്ടോ? ചോദിച്ചതെല്ലാം കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ അവരിൽ പ്രസാദിക്കും. അതുകൊണ്ടാണ് ഭക്തിയിൽ നരബലിക്ക് പ്രാധാന്യം വന്നിച്ചു. പക്ഷേ ഭാവിയിൽ എന്ത് പറ്റി? അതിൻ്റെ അർത്ഥത്തെ ശരിയായി മനസ്സിലാക്കാതെ അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും അത് പിന്നീട് ഒരു അനാചാരമായിട്ട് മാറുകയും ചെയ്യും. ശരിക്കും ഒരു വ്യക്തി ഈശ്വരന് മുൻപിൽ നരൻ സ്വയം ആത്മസമർപ്പണം ചെയ്യുന്ന ഉയർന്ന ഒരു ആധ്യാത്മിക തലത്തിനെയാണ് നരബലി എന്ന് വിളിച്ചത്. അത് പിന്നീട് ഭൗതിക തലത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു, ചിത്രീകരിക്കപ്പെട്ടു. അങ്ങനെ നല്ലൊരു ആചാരം പിന്നീട് അനാചാരമായിട്ട് മാറി. അങ്ങനെയുള്ള നമ്മുടെ മഹത്തായ ബലിയെ സൂചിപ്പിക്കുവാൻ നമ്മൾ മഹാബലി എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അപ്പോൾ നമ്മുടെ യജ്ഞം നടക്കുമ്പോൾ ഒരു യജ്ഞത്തിലേക്ക് നമ്മൾ എന്തെല്ലാം സ്വാഹ ചെയ്യും? യജ്ഞത്തിൻ്റെ പ്രക്രിയ അതിലെല്ലാം സ്വാഹ ചെയ്യണം. അതിൽ കത്തുന്നത് അഗ്നിയാണ്. അഗ്നിയിലേക്ക് എന്തിട്ടാലും അഗ്നി അതെല്ലാം സ്വീകരിക്കും, ഒന്നിനെ റിജക്റ്റ് ചെയ്യില്ല. അതുപോലെ നമ്മൾ ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഈശ്വര സ്മൃതിയാകുന്ന ആ ജ്വാല എന്താണ് അവർ പറയുന്ന പേരെന്താണ്? യാഗ അഗ്നി എന്നാണ്. നമ്മൾ ചെറിയ വ്യത്യാസം വരുത്തി യോഗ അഗ്നിയൊക്കെ ആക്കണം. അവർ യാഗം ചെയ്യുന്നു, നമ്മളുടെ യോഗം ചെയ്യുന്നു. അവർ യാഗത്തിൽ അഗ്നി ജ്വലിപ്പിക്കുന്നു, ഇവിടെ യോഗത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കുന്നു. അവർ യാഗ അഗ്നിയിലേക്ക് സാധനങ്ങൾ സമർപ്പണം ചെയ്യുന്നു, ഇവിടെ നമ്മൾ യോഗ അഗ്നിയിൽ എനിക്ക് എന്നെ സഹിതം എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സമർപ്പണം ചെയ്യുന്നു. അതിൽ നമ്മളെല്ലാം സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ അവസാനം മിച്ചം വരുന്ന 3 എണ്ണമാണ് തൻ, മൻ, ധന. ശരീരം, മനസ്സ്, ധനം. ഇതും കൂടി സമർപ്പണം ചെയ്യുമ്പോഴേ അർപ്പൺ ആകുള്ളൂ. അർപ്പൺ ടോട്ടൽ. ബാക്കി ഞാനെല്ലാം കൊടുത്തു, ഇനി 3 സാധനം കൂടി അവശേഷിക്കുന്നുണ്ട്. അതാണ് മഹാബലി പറഞ്ഞതാണ്, ഇനി 3 അടി വെച്ചെല്ലാം അളന്നെടുത്തോളൂ, ഇത് അവസാനം ഇതും കൂടി എടുത്തോളൂ. എൻ്റെ ധനവും കൊടുത്തു, എൻ്റെ ശരീരവും കൊടുത്തു, എല്ലാം കൊടുക്കുകയാണ്. ഇനി എൻ്റേതായിട്ടൊന്നും പറയാൻ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. പൂർണ്ണമായി ഞാൻ സമർപ്പണം ചെയ്തു കഴിഞ്ഞു. കാരണം സമർപ്പണത്തിൻ്റെ ബലിയുടെ വിധി എന്ന് പറയുന്നത് കംപ്ലീറ്റ്നെസ് ആണ്, പൂർണ്ണത. നമ്മളൊരിക്കലും ഈശ്വരൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു സാധനവും പകുതിയായി അധൂരായിട്ട് കൊടുക്കാറില്ല. അതാണ് നമ്മൾ ക്ഷേത്രത്തിലൊരു പഴം കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യും? ഒരു കുലപ്പഴമായിട്ട് കൊടുക്കും. ഒരു പഴമായിട്ട് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു തേങ്ങ ഉണ്ടായി, ആദ്യമായിട്ട് തെങ്ങ് കുലച്ചു, നമ്മളെന്ത് ചെയ്യും? ആ തെങ്ങിൽ ആദ്യത്തെ കുല അതുപോലെ കൊണ്ട് കൊടുക്കുമല്ലോ. ഒരെണ്ണം മുറിച്ചെടുത്ത് പകുതിയാക്കി കൊണ്ട് കൊടുക്കുമോ? ഇല്ല. നമ്മുടെ വീട്ടിൽ വെള്ളരിക്ക ആദ്യമായി നമ്മൾ എന്ത് ചെയ്യും? ആ വെള്ളരിക്ക മുറിച്ചു കൊണ്ട് കൊടുക്കുമോ? എന്നാൽ പകുതി ഭഗവാനും പകുതി എനിക്ക് കൊടുക്കുമോ? ഇല്ല, അത് പൂർണ്ണമായിട്ട് കൊടുക്കും. നമ്മുടെ വീട്ടിലെ ചെടിയിൽ ആദ്യമായിട്ട് പൂവുണ്ടായി, റോസപ്പൂ ഉണ്ടായി, നമ്മളെന്ത് ചെയ്യും? ആ റോസപ്പൂ എത്ര എണ്ണം ഉണ്ടായോ ആദ്യം ഉണ്ടായി എത്രയാണോ അത്രയും, അതായത് ഇതേപോലെ നുള്ളിയെടുത്ത് ഒരെണ്ണം പോലും മാറ്റി വയ്ക്കാതെ അത് പൂർണ്ണമായിട്ട് കൊണ്ടുപോയിട്ട് കാഴ്ച വയ്ക്കും. അപ്പോൾ എന്താണോ ഉള്ളത് അത് അല്പം പോലും മാറ്റി വയ്ക്കാതെ പൂർണ്ണ രൂപത്തിൽ കൊണ്ടു കൊടുക്കണം. അതുകൊണ്ട് പണ്ട് പറയാറുണ്ട്, ബലി കൊടുക്കുമ്പോൾ ബലിമൃഗത്തിനെ വെട്ടുമ്പോൾ ഒറ്റ വെട്ടാവൂ, 2 പ്രാവശ്യം വെട്ടരുത്. ഒരു പ്രാവശ്യം വെട്ടിയിട്ട് ബലിമൃഗം ചത്തില്ലെങ്കിൽ 2ാമത് വെട്ടാൻ ബലിക്ക് നിയമമില്ല. എന്തുകൊണ്ടത് ചത്തില്ല? അതുകൊണ്ട് പറയാറുണ്ട്, ബലി കൊടുക്കുമ്പോൾ ബലിമൃഗത്തിൻ്റെ കഴുത്ത് ഒറ്റ വെട്ട് മുറിഞ്ഞില്ലെങ്കിൽ ബലിമൃഗം രക്ഷപ്പെട്ടു. പിന്നെ ഒരിക്കലും ആ മൃഗത്തെ ബലി കൊടുക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം സറണ്ടറായി പോയതാണ്, പിന്നെ അതിനെ ബലി കൊടുക്കാൻ പാടില്ല. 2ാമത് വെട്ടാനും പാടില്ല. എന്തുകൊണ്ടാണ് നിയമം ഉണ്ടാക്കി? കട്ട് ആൻഡ് റൈറ്റ് നമ്മളെ പറയും. കട്ട് ആൻഡ് റൈറ്റ്, ഒറ്റ കട്ട് ചെയ്യണം, അപ്പത്തത് മുറിയണം. അർത്ഥം ഇതാണ് ദൃഢനിശ്ചയം. ബലി കൊടുക്കുമ്പോൾ പാതി മനസ്സോടെ, മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കരുത്. ദൃഢനിശ്ചയത്തോടെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. അതാണ് കട്ട് ആൻഡ് റൈറ്റ് എന്ന് പറയാം. അപ്പം ബലി കൊടുക്കുന്ന വിഷയത്തിൽ സംശയം പാടില്ല. കാരണം ഞാൻ ആർക്കാണോ ബലിയാകുന്നത്, എന്തിനു വേണ്ടിയാണോ ബലിയാകുന്നത്, ആ ബലിയെക്കുറിച്ചും ബലി എടുക്കപ്പെടുന്ന ആളെക്കുറിച്ചും ബലി കൊടുക്കപ്പെടുന്ന പ്രക്രിയയെക്കുറിച്ചും അത് ചെയ്താൽ എനിക്ക് കിട്ടുന്ന പ്രാപ്തിയെക്കുറിച്ചും വ്യക്തമായ ഒരു നിശ്ചയം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ദൃഢവിശ്വാസം, വിശ്വാസം വാക്ക് മാറ്റുക, ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. ആ ദൃഢനിശ്ചയത്തിൻ്റെ ആധാരത്തിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് ബലി. ഒരു പ്രാവശ്യം അത് ചെയ്തു, അത് ഫാൾട്ടായി, തോറ്റുപോയി, വീണ്ടും അവന് വേണ്ട. അതുകൊണ്ടാണ് നീ മനസ്സില്ലാ മനസ്സോടെ വെട്ടിയത് കൊണ്ടാണ് വെട്ടേക്കാൻ, കാരണം വാളിന് മുറിച്ച പോലായിരുന്നു. ബലിമൃഗത്തിൻ്റെ കഴുത്ത് നീ അറുത്തു, പക്ഷേ നീ എനിക്ക് സമർപ്പിച്ച ബലിമൃഗത്തെ തരാൻ നിനക്ക് ഉദ്ദേശമില്ല. പക്ഷേ എന്താ? മനസ്സില്ലാ മനസ്സോടെ, മത്ലബ്സെ, നിവൃത്തികേട് കൊണ്ട് നീ അതിനെ സമർപ്പിച്ചു, പക്ഷേ ഒറ്റ വെട്ടിയിട്ട് വിട്ടുകൊണ്ടില്ല.
അല്ലെങ്കിൽ വെട്ടിയിട്ട് മുറിഞ്ഞില്ല, തലയറ്റില്ല, അർത്ഥം നീ അതിൽ സംതൃപ്തനല്ല, നീ മനസ്സോടുകൂടിയല്ല തന്നത്, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ്, ബലിമൃഗത്തിൻ്റെ കഴുത്തിറക്കുമ്പോൾ കഴുത്ത് മുറിഞ്ഞെങ്കിൽ ഭക്തൻ മനസ്സിലാക്കും ആ ദേവൻ സംപ്രീതനായില്ല, ദേവി സംപ്രീതനായില്ല, എന്തോ കുഴപ്പമുണ്ട് എൻ്റെ പേരിൽ എന്നൊരു മനസ്സിലാക്കും. അത് ഇൻഡെക്സ് കൊടുക്കാറുണ്ട്. ആ ബലിയിൽ പോലും ഇങ്ങനെ ചില ഇൻഡെക്സ് ഉണ്ട്, സൂചനയുണ്ട്. ബലിമൃഗത്തിൻ്റെ കഴുത്ത് മുറിഞ്ഞില്ലെങ്കിൽ എന്താണ്, അത് കരയാൻ പാടില്ല, രക്തം വാർന്നൊഴുകാൻ പാടില്ല, ഇങ്ങനെ നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ബലിക്ക്. അതേപോലെ എന്താ അർത്ഥം ഇതാക്കുന്നുള്ളൂ, അത്രയും നിശ്ചയബുദ്ധിയോടുകൂടി നമ്മൾ ചെയ്യണം, സംശയബുദ്ധിയോടുകൂടി ആകരുത്. അയാൾ കുഴപ്പം എന്താണ്, പകുതി വെക്കും പകുതി വെക്കാതിരിക്കും, പകുതി ഫലം കിട്ടും പകുതി ഫലം കിട്ടില്ല. ചിലനാണ് ബലിയാവണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാലും ആകണോ ഒരു സംശയമുണ്ട്, ആയാൽ വല്ല കുഴപ്പമുണ്ടോ, തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുമോ, എന്തായാലും മരിക്കാൻ പോകും. ബലിയാവുക മീൻസ് മരിക്കലാണ്, ഒരു മർജീവയാണ്, എന്നേക്കുമായി ഞാൻ മരിക്കുകയാണ് ബലി എന്ന് പറയുമ്പോൾ. പിന്നെ ഞാനല്ല, ഞാൻ മറ്റാരുടേതായി കഴിഞ്ഞു, പിന്നെ എൻ്റെ ലോകം എന്താണ് അത് അവർ തീരുമാനിക്കും, പിന്നെ ഞാനില്ല, ഞാൻ ആരുടേതായി കഴിഞ്ഞു. അപ്പോൾ ബലി എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ഞാനല്ലാതായി മാറുന്ന, ഞാൻ മറ്റേതോ ഒന്നിൻ്റേതായി തീരുന്ന ഒരു ഭാവമാണ് അർപ്പണം. പരിപൂർണമായിട്ടും അർപ്പണം ചെയ്യുന്നു. അതിലെന്ത് ചെയ്യണം, നമ്മൾ യജ്ഞത്തിൻ്റെ അഗ്നിയിലേക്ക്, യാഗത്തിൻ്റെ അഗ്നിയിലേക്ക് സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് സാധനങ്ങൾ സമർപ്പിക്കുന്നത്. അപ്പോൾ അവസാനം വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, 3 എണ്ണമാണ്. ഇതൊക്കെയാണ് തന്, മന്, ധനം. ശരീരം, മനസ്സ്, ധനം. അതുകൊണ്ട് എപ്പോഴും ഭാവം പറയാറില്ലേ, നിങ്ങൾ സമർപ്പണം ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ മനസ്സിനെയും എന്നിലർപ്പിക്കൂ, യാത് കറൂ. ഓർമ്മിക്കണ മനസ്സുകൊണ്ടല്ലേ. അപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ നിരന്തരം പൂർണ്ണമായും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എന്നിലർപ്പിക്കൂ, മനസ്സിൻ്റെ സമർപ്പണം ചെയ്യൂ. എൻ്റെ അർത്ഥം എന്താണ്, ഈശ്വരനെ നമ്മൾ നമ്മുടെ മനസ്സ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ മനസ്സ് ഈശ്വരൻ്റേതായി മാറി, ഭഗവാന്റേതായി മാറി. പിന്നെ ആ മനസ്സ് നമ്മുടേതല്ല. അതുകൊണ്ട് ആ മനസ്സ് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് അന്യൻ്റെ വസ്തുവായി കഴിഞ്ഞു. അവിടെ പിന്നീട് ആ മനസ്സ് ഈശ്വരൻ എന്ത് പറയുന്നോ അതിനുവേണ്ടി മാത്രമേ ആ മൈൻഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് പ്രാക്ടിക്കലി ഇപ്പം ബുദ്ധിമുട്ടാണ്. ഈശ്വരൻ്റേതാക്കി കഴിഞ്ഞാൽ ആ സാധനം എൻ്റേതല്ലാതായി മാറിയ സാധനം പിന്നെ ഞാൻ എൻ്റേതെന്ന് പറഞ്ഞ് ഉപയോഗിക്കുമ്പോൾ അമാനത്തിൽ എന്ത് കയറ്റി ഖയാനത്ത് വരുത്തി എന്നാ പറയുക, ഈശ്വരൻ്റെ പ്രാപ്തിയിൽ വെള്ളം ചേർന്ന് പറയും. അപ്പോൾ മനസ്സുകൊണ്ട് പൂർണ്ണമായി സമർപ്പണം ചെയ്തതിനാണ് മന്മനാഭവ എന്ന് പറയുക. മന്മനാഭവ, മനസ്സിനെ പൂർണ്ണമായും അർപ്പണം ചെയ്ത് ഒരേയൊരു ഭഗവാൻ, രണ്ടാമതൊന്നില്ല എന്നുള്ള സമ്പൂർണ്ണ സ്മൃതി സ്വരൂപ അവസ്ഥ. ഒരേയൊരു ബാബ, രണ്ടാമതൊന്നില്ല. ഏക് ബാബ ദുസ്രാ ന കോയി, ഏക് ബൽ ഏക് ഫറൂസ, ഒരു ബലം ഒരാശ്രയം. ആ ഒരു മാനസികമായ തലത്തിലേക്ക് നമ്മൾ മനസ്സുകൊണ്ടെത്തി പൂർണ്ണമായിട്ടും ഭഗവാന്റെ തന്നെ ഓർമ്മയിൽ മനസ്സുകൊണ്ട് ലയിച്ചിരിക്കുന്ന ആ ലവ് ലീൻ സ്റ്റേജ്, അതാണ് മന്മനാഭവ. കാരണം ഇവിടെ മനാ ചെയ്യണം, കാരണം നിന്റെ മനസ്സ് നീ എനിക്ക് തന്നു കഴിഞ്ഞു, ഇനി മുതൽ നിന്റെ മനസ്സ് എൻ്റേതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നിന്റെ മനസ്സിലേക്ക് ഇനി എൻ്റേതെന്നുള്ള ഭാവം, എൻ്റെ മനസ്സെന്നുള്ള ഭാവവും അതുമായി ബന്ധപ്പെട്ട് ദേഹ സംബന്ധികളുടെ ചിന്തയൊന്നും കടന്നു വരരുത്. അങ്ങനെ കടന്നു വന്നാൽ അതിനെയൊക്കെ മനാ ചെയ്യണം. മനാ ചെയ്യുക, വിലക്കുക. എന്നിട്ട് ആ മനസ്സ് കൊണ്ട് നീ എന്നെ ഓർമ്മിക്കുക. ഓക്കെ, നീ എനിക്ക് സമർപ്പിച്ച മനസ്സ് ഞാൻ നിനക്ക് വീണ്ടും തിരിച്ചു തരികയാണ്. ഇനി ഞാൻ പറയുന്നത് പോലെ മാത്രമേ നീ നിന്റെ മനസ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ, കാരണം എൻ്റെ സാധനമാണ്, ഇതെൻ്റെ വസ്തുവാണ്. ഇപ്പം നമ്മൾ ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ് നടത്തുകയാണ്. ഓക്കെ, അപ്പം ബാങ്കുകാർ പറഞ്ഞാണ്, ബിസിനസ് കെട്ടിടം നിങ്ങളുടേതായിരിക്കും, പക്ഷേ സാധനം ഞങ്ങളുടേതാണ്. അപ്പം നമുക്കവിടെ പൂർണ്ണ അധികാരമൊന്നുമില്ല. ആ കടം കൊടുത്തു തീരുന്നത് വരെ ബാങ്കിൻ്റെ എട്ടിച്ച് വെക്കില്ലേ, VR അല്ല എന്താണ് ഒരു ബോർഡ് വെക്കുമല്ലോ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളവിടെ ഒരു ബോർഡ് വെക്കും, അവർ ബാങ്കെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ബോർഡ് വെക്കും. അപ്പം അതേപോലെ എന്ത് ചെയ്യാം, നമ്മൾ ഭഗവാന് സമർപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ മനസ്സ് എൻ്റേതല്ല, എൻ്റെ മനസ്സല്ല, നമ്മുടെ മനസ്സല്ല, അത് ഭഗവാന്റെ മനസ്സാണ്. അതുകൊണ്ട് ഭഗവാൻ പറയും, ആ മനസ്സിൽ നീ എന്തൊക്കെ ചിന്തിക്കണം, എന്തൊക്കെ ചിന്തിക്കാൻ പാടില്ല. മനാ കറോ, മനസ്സിനെ മനാ ചെയ്യൂ. അപ്പോൾ ഒരു ബാങ്കിൽ നമ്മൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആ ബാങ്കിൻ്റെ അറിവോ സമ്മതവും ഇല്ലാതെ ആ സ്ഥലത്തിൻ്റെ സാധനങ്ങളോ പ്രമാണങ്ങളോ ഒന്നും മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മുടെ പ്രമാണവും രേഖകളെല്ലാം ബാങ്കിൻ്റെ കൈവശമാണ്. ആ കടം തീരാത്തിടത്തോളം കാലം ആ സാധനം നമ്മുടെ കൈ തരത്ത് പോലും ഇല്ല അവർ, കാരണം അത് അവരുടെ സ്വത്താണ് അത്രയും കാലത്തേക്കത്. അതേപോലെ നമ്മളും ഭഗവാനിൽ സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ മനസ്സ് ഭഗവാൻ എടുക്കില്ല, നമ്മളെ ഇരുന്നോട്ടെ, പക്ഷേ മനസ്സ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഭഗവാൻ തീരുമാനിക്കും. ഭഗവാനും മന്മനാഭവ, ഞാൻ തന്ന മനസ്സുകൊണ്ട്
നീ നിരന്തരം എന്നെ ഓർമ്മിക്കൂ. അല്ലാതെ കാര്യം നിനക്ക് വിധേയത്വം ഇനി ഞാനുമായിട്ട് മാത്രമായിരിക്കണം. നിൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, രണ്ടാമൊന്നും വരാൻ പാടില്ല. അങ്ങനെ മനസ്സുകൊണ്ടുള്ള സമർപ്പണം. പിന്നെ അടുത്തതാണ് തന്നാണ്. തൻതനാഭവ. തൻതനാഭവ മീൻസ് എനിക്ക് കിട്ടിയ ശരീരം ഞാൻ ഭഗവാന് സമർപ്പണം ചെയ്യുന്നു. ഈ ശരീരത്തിൻ്റെ എൻ്റെ കൈയല്ല, ബാബയുടെ സേവനം ചെയ്യാൻ ബാബ തന്ന കൈ. എൻ്റെ കണ്ണ്, എൻ്റെ ചെവിയല്ല, ഇതെല്ലാം ബാബയുടേതാണ്. അപ്പോൾ ഈ ശരീരം എന്താണ്? ഓരോ അവയവവും എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ ശരീരം തന്നെ ഭഗവാന്റേതാണ്. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് ഭഗവാൻ പറയുമ്പോൾ ആ ഈശ്വരീയ ഡയറക്ഷൻ നിർദ്ദേശമനുസരിച്ച് മാത്രം ഈ ശരീരത്തെ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു ഉപഭോക്താവ് മാത്രമാണ് ഞാൻ. ഈ ശരീരത്തിന് ഉടമ ഞാനല്ല, ഉടമ വേറൊരാളായി കഴിഞ്ഞു. അതാണ് തൻതനാഭവ. അടുത്തത് ധൻധനാഭവ. എന്താ ധൻധനാഭവ? എനിക്ക് ഞാനിപ്പോൾ ഈ ശരീരം ഭഗവാന്റേതായതുകൊണ്ട് തന്നെ ഈ ശരീരം കൊണ്ട് ഞാൻ എന്ത് ജോലി ചെയ്താലും അതിൽ കിട്ടുന്ന സാലറി, പ്രതിഫലം എല്ലാം ഭഗവാന്റേതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയാറില്ലേ, നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എന്നോട് ചോദിക്കണം. ധനം കിട്ടുമ്പോൾ എന്നോട് ബാബ ഞാൻ കാറ് വാങ്ങിക്കോട്ടെ ചോദിക്കണം. അപ്പോൾ ആശ്രമത്തേക്കോ എനിക്ക് സാലറി കിട്ടി, എൻ്റെ സാലറി കിട്ടിയതാണ് ഞാൻ കാർ പഠിക്കണം. അപ്പം എൻ്റെ സാലറി, എനിക്ക് സാലറി കിട്ടി, എൻ്റെ പൈസ ഞാൻ പണിതുണ്ടാക്കിയത് അല്ല. ശരീരം നിങ്ങൾ എനിക്ക് സമർപ്പണം ചെയ്തിട്ടുണ്ടെങ്കിൽ, തൻതനാഭവ എന്നുള്ള ഭാവത്തിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ധനും എൻ്റെത് തന്നെയാണ്. കാരണം ഈ ടൂള് കൊണ്ടാണ് നീ സാധനം ഉണ്ടാക്കിയത്, ഈ ശരീരം കൊണ്ടല്ലേ നീ ധനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ശരീരം എൻ്റേതായ സ്ഥിതിക്ക് ഈ ശരീരം കൊണ്ട് നീ എന്തൊക്കെ നേടിയാലും അതും എൻ്റേതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ധനം കൈകാര്യം ചെയ്യുമ്പോൾ നീ എന്നോട് ചോദിക്കണം. ബാബയോട് ചോദിക്കാതെ ആ ധനം ഉപയോഗിക്കുവാൻ പാടില്ല. ബാബ എന്താ പറഞ്ഞത്? ആദ്യം നമുക്ക് സാലറി കിട്ടുമ്പോൾ, ധനം കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? അത് ബാബയുടെ മുമ്പിൽ സമർപ്പിക്കണം. ബാബയുടെ സാലറി എന്നിട്ട് അതിൽ എന്ത് ചെയ്യണം? ചോദിച്ച് മേടിക്കണം. ബാബ ഇന്ന ആവശ്യങ്ങളുണ്ട്, എടുത്തോട്ടെ എടുത്തോട്ടെ എടുത്തോട്ടെ. അപ്പം എന്തായി? ധനത്തിൻ്റെ സമർപ്പണമായി. നമ്മുടെ പണം ഭഗവാനൊന്നും വേണ്ട, പക്ഷെ ആ ധനത്തിൻ്റെ ശരിയായ വിനിയോഗം, സത്യമായ മാർഗത്തിൽ ആ ധനം ചെലവഴിക്കപ്പെടുവാൻ വേണ്ടി ബാബ നൽകിയ ശ്രീമത്താണ് ധനാഭവ. ആ ധനം നീ എനിക്ക് സമർപ്പണം ചെയ്യൂ, എന്നിട്ട് അതിൽ നിന്നും നീ എടുക്കണം. കാരണം ശിവബാബയുടെ ഭണ്ഡാരിൽ നിന്നാണ് നീ കഴിക്കുന്നത്. നിന്റെ ഭണ്ഡാര ശിവബാബയുടെ ഭണ്ഡാരയാണ്. അപ്പം അതിൽ നിന്ന് എന്തെടുക്കുമ്പോഴും കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ഭുജിക്കുമ്പോഴും ബാബയോടത് ചോദിക്കണം. അങ്ങനെ ആ ഒരു സമർപ്പണ ഭാവമാണ് ധനാഭവ. അപ്പം 3 തരത്തിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കണം. 1 മനസ്സ്, 2 ശരീരം, 3 എന്താണ്? ധനം. ഇത് 3 സമർപ്പണം ചെയ്യുമ്പോൾ 1 മന്മനാഭവ, 2 ധനാഭവ, 3 തൻതനാഭവ. ഇത് 3ൻ്റെയും പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ ഭക്തി മാർഗത്തിൽ എന്ത് ചെയ്യുന്നു? യാഗ അഗ്നിയിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മളോട് 3 കാര്യങ്ങളാണ് സ്വാഹ ചെയ്യുക. അത് നമ്മൾ ആദ്യം കുറച്ച് എള്ളെടുത്തിടും. എള്ള് സമർപ്പണം ചെയ്യുമ്പോൾ അതെന്താണ്? സൂക്ഷ്മത്തെ സൂചിപ്പിക്കുന്നു. സൂക്ഷ്മതയാണ് നമ്മുടെ മനസ്സിൻ്റെ സമർപ്പണമാണ് എള്ള് കൊണ്ട് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ നമ്മൾ തടിമുട്ടികളിടും. തൊണ്ട് അല്ലെങ്കിൽ തടിക്കഷ്ണങ്ങളൊക്കെ വാരിയിടാറുണ്ട് തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. അതിടുമ്പോഴും സ്വാഹ പറയും. അപ്പോൾ തടിക്കഷ്ണങ്ങളൊക്കെ സോളിഡാണ്. സോളിഡ് മീൻസ് നമ്മുടെ അസ്ഥിയും മാംസത്തെ സൂചിപ്പിക്കുന്നു, ശരീരത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ സമർപ്പണത്തിന് വേണ്ടിയിട്ട് അവിടെ എല്ലുമുട്ടി കാണിക്കാൻ തടിമുട്ടി കാണിച്ചു. എല്ലുൾപ്പെടെ ഞാൻ യജ്ഞത്തിൽ സമർപ്പണം ചെയ്യുന്നു. മീൻസ് ശരീരം എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായും സമർപ്പിക്കുന്നു. അപ്പോൾ സോളിഡ് എന്തിനെ കാണിക്കുന്നു? സിംബോളിക്കായിട്ട് ശരീരത്തിൻ്റെയും, എള്ള് തിരി എന്ന് പറയുന്നത് സിംബോളിക്കായിട്ട് മനസ്സിനെ സൂചിപ്പിക്കുന്നു. അടുത്തത് നെയ്യാണ് പകരുന്നത്. നെയ്യ് എന്താണ്? ലിക്വിഡ്, ഫ്ലോയിങ്, റണ്ണിങ്. അത് ധനമാണ്. നമുക്കറിയാം, ഒരിക്കലും ധനം എന്ന് പറയുന്നത് ആരുടെയും കയ്യിൽ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും, ഒഴുകിക്കൊണ്ടേയിരിക്കും. അതാണ് ലിക്വിഡ് മണി എന്നല്ലേ നമ്മൾ പറയും. ലിക്വിഡ് മണി, സോളിഡ് മണി എന്നധികം പറയാറില്ല, ലിക്വിഡ് മണി. കാരണം അതൊരിക്കലും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിപ്പം ചക്രം എന്ന് പറയുന്നത്. എന്താ ചക്രം? കറങ്ങുന്നത് കൈവിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു സമൂഹത്തിലാകമാനം ഇന്ന് എൻ്റെ കൈ വന്നൊരു 10 രൂപ നോട്ട് നാളെ ആടേക്കായിരിക്കും. നമുക്കറിയാൻ പറ്റുമോ? എത്ര പേരുടെ കൈ മറിഞ്ഞു പോയി. ഇപ്പം എൻ്റെ കയ്യിൽ 10 രൂപ നോട്ടിരിക്കൊണ്ട് നമ്മൾ നോക്കുക ആ സീരീസ് നമ്പർ. എത്ര മാസങ്ങളായി, എത്ര വർഷങ്ങളായി, എത്രയോ ആളുകളുടെ കൈകളുടെ കറങ്ങി എൻ്റെ കൈ വന്നു. ഒരു ബാങ്കിൽ നിന്നിട്ടുണ്ടാവാം, ഒരു കടയിൽ പോയിട്ടുണ്ടാകാം, വേറെ ആളിക്ക് വന്ന് കാണിക്കുക. എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും സാധനം, എത്ര പേരുടെ നോട്ടം കിട്ടിയിട്ടുണ്ടാവും, എത്ര പേരുടെ കയ്യിൽ വന്നിട്ടുണ്ടാവാം. അവസാനം കറങ്ങി എൻ്റെ കൈ വന്നു. അവിടെ നിൽക്കുമോ? അവിടുന്ന് പിന്നെയും പോകും. അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ ധനത്തിനെ ചക്രം എന്ന് വിളിക്കുക. മൊത്തം ചക്രം ഉണ്ടാക്കണമെന്നാണ് പറയല്ലേ, ചക്രം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ലിക്വിഡാണ്, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. വെള്ളം പോലെയാണ്, വരികയും ചെയ്യും, അതുപോലെ ഒഴുകി പോവുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്തു?
ലിക്വിഡ്, അതായത് ധനത്തിൻ്റെ പ്രതീകമായിട്ട് വന്നു പോകുന്നത് കൊണ്ട്, അത് ഫ്ലോയിങ് ആയതുകൊണ്ട് ലിക്വിഡ് ആയ നെയ്യ് അതിൻ്റെ സിമ്പിളായിട്ട് കാണിച്ചു. അതുകൊണ്ട് ബാബ പറയുന്നു, ഈ സമയത്ത് നമുക്ക് എന്ത് വേണം? സമർപ്പണ ഭാവത്തെ വർദ്ധിപ്പിക്കണം, സറണ്ടർ ഭാവത്തെ വർദ്ധിപ്പിക്കണം. അത് ഏത് സറണ്ടറിങ് ആണ് വേണ്ടത്? സറണ്ടറിങ് പല ലെവൽസിലുണ്ട്. ഒഫീഷ്യലായിട്ട് നമുക്ക് സറണ്ടർ ആകാം, പിന്നെയോ നമുക്ക് ഇമോഷണലായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും സറണ്ടർ ആകാം. അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് സറണ്ടറിങ്ങിനെയാണ് യഥാർത്ഥ സറണ്ടറിങ് എന്ന് വിളിക്കുക. ബുദ്ധി കൊണ്ടും സറണ്ടർ ആകാം, ഹൃദയം കൊണ്ടും സറണ്ടർ ആകാം. രണ്ടർത്ഥത്തിൽ സറണ്ടർ ആകാം. അത് ചിന്തിച്ച് മനസ്സിലാക്കി എന്താ പറഞ്ഞാക്കുന്ന ഉദ്ദേശം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബുദ്ധി കൊണ്ടുള്ള സമർപ്പണം, അവർ അപ്പോൾ വേറെ എന്താണ് വളരെ ടാക്ട്ഫുൾ ആയിട്ടാണ് സമർപ്പണം ചെയ്യുന്നു. ഇന്ന ഇന്ന കാര്യങ്ങളെ നേട്ടം കിട്ടണം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ബുദ്ധിപരമായിട്ട് കളിയാണ് ആ സറണ്ടറിങ്. അതുകൊണ്ട് അവർക്ക് സറണ്ടറിങ്ങിന് പിന്നെ ചില ഉദ്ദേശങ്ങളുണ്ട്. ചെയ്ത സറണ്ടറിങ് ആ കാര്യമൊക്കെ ശരിയാണ്, ത്യാഗം ചെയ്തെങ്കിലും അവർ ചിലതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹൃദയങ്ങൾ സറണ്ടർ അങ്ങനെയല്ല, അത് ഫുള്ളി ഡെഡിക്കേറ്റഡ്. അവിടെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടല്ലേ ബാബ പറയുന്നത്, നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ഭക്തരുടെ ആ സമർപ്പണം അത് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. ചിലർ ഭഗവാൻ ദൈവത്തിന് ആയിരങ്ങളും കോടികളും വാഗ്ദാനം ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ടവൻ 1 രൂപ കൊടുക്കും. 1 രൂപ കൊടുക്കും. ധനവാൻ എന്താണ്? ആ 1 കോടി മുടക്കി 2 കോടി എടുക്കാനുള്ള കഴിവുണ്ട്, അവനതിനുള്ള ബുദ്ധിയുണ്ട്. അതുകൊണ്ട് എന്താണ്, 1 കോടി കൊടുത്താൽ എന്താ കുഴപ്പം? 10 കോടി ഉണ്ടാക്കാമല്ലോ. 1 ഷെയർ മാത്രം ഭഗവാൻ കൊടുത്തേ ഉള്ളൂ. എന്നാൽ ദരിദ്രനോ ഉള്ളതാണ് കൊടുത്തത്, ഇതിന് വേറെ ഒന്നുമില്ല, മിച്ചമില്ല. അത് ബാബരണം നോക്കൂ. അവിടുത്തെ ആ ഡെഡിക്കേഷനിലൂടെയുള്ള സറണ്ടറിങ്ങും ഒഫീഷ്യലായിട്ട് ബുദ്ധി കൊണ്ടുള്ള സറണ്ടറിങ്ങും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ബാബയെ നമ്മൾ വിളിക്കുന്നത് ദിലാറാം എന്നാണ്. ദിൽക്കോ ആരാം ദേനേവാല, നമ്മുടെ മനസ്സിന് സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. പിന്നെയോ ദിൽ ലേനേവാല ദിലാറാം, മനം കവരുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ നോക്കുക നമ്മുടെ ബുദ്ധിയിലേക്കല്ല, നമ്മുടെ മനസ്സിലേക്കാണ്. കാരണം ബുദ്ധി കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ സറണ്ടർ ആകുമ്പോൾ ഭഗവാൻ ആരാ? ബുദ്ധിവാന്റെയും ബുദ്ധിവാനാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ഉദ്ദേശത്തോടുകൂടിയാണ് സറണ്ടർ ആയെന്ന് ഭഗവാന് വ്യക്തമായിട്ട് അറിയാം. എന്തിനു വേണ്ടിയാണ് ഈ പ്രക്രിയ ചെയ്തതെന്നും അവൻ്റെ ലക്ഷ്യം എന്താണെന്നും ഉദ്ദേശം എന്താണെന്നും ഭഗവാന് വ്യക്തമായിട്ടറിയാം. കാരണം നമ്മൾ മനസ്സ് കണ്ടപ്പോൾ ഭഗവാൻ മാനത്ത് കാണും. അതുകൊണ്ടാണ് ബുദ്ധിവാൻ ഗീ ബുദ്ധിവാൻ. അതുകൊണ്ട് ബാബ എപ്പോഴും പറയാറുണ്ട്, ബുദ്ധി കൊണ്ട് എന്നോട് കളിക്കരുത്. എനിക്കങ്ങനെ ബുദ്ധിവാന്മാരെ ഇഷ്ടമല്ല. ഭഗവാൻ നോക്കുന്നു ദിൽ. അതുകൊണ്ട് ബുദ്ധി ലേനേവാല എന്നല്ല, ബുദ്ധിവാല എന്ന് ഭഗവാനെ വിളിക്കാറില്ല, ദിലാരാമൻ എന്നാണ് ഭഗവാനെ വിളിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഭാഗവതത്തിൽ അക്രൂരൻ്റെ ഭക്തിയും വർണ്ണിക്കാറുണ്ട്, ഗോപികമാരുടെ ഭക്തിയും വർണ്ണിക്കാറുണ്ട്. അക്രൂരൻ നല്ല ഭക്തനാണ്, യാതൊരു സംശയമില്ല. ഗോപികുമാരും നല്ല ഭക്തരാണ്, യാതൊരു സംശയമില്ല. പക്ഷെ രണ്ടുപേരുടെയും ഭക്തിയുടെ തലങ്ങളിലുള്ള വ്യത്യാസം നമ്മൾക്ക് ഭാഗവതത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആർക്കും ആ അക്രൂരൻ്റെ ഭക്തിയുടെ അത്ര ഭാവന പോരാ. എന്നാൽ ഗോപികുമാരുടെ ഭക്തി എന്താണ്? നിസ്വാർത്ഥമാണ്, അൺകണ്ടീഷണൽ ഭക്തിയാണ് അവരുടെ. അത്രയും അവർ ഡെഡിക്കേറ്റഡ് ആണ്, അവർ അത്രയ്ക്ക് സറണ്ടറിങ് ആണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ഓരോ നിമിഷവും ഈ ചിന്തയുണ്ടായിരുന്നു, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. ഒരിക്കലും ഇല്ലേ ഭഗവാൻ അല്ലെ ഗോപികുമാരെല്ലാം വിട്ടിട്ട് ലാസ്റ്റ് മധുരയ്ക്ക് പോകുന്ന സീനുണ്ടല്ലോ. നമ്മൾ കൊച്ചു ക്ലാസ് സ്കൂളിലൊക്കെ അല്ലെ മധുരയിലേക്ക് ഭഗവാൻ പോകുന്ന, വൃന്ദാവനം വിട്ടു പോകുന്ന രംഗം നമ്മളിങ്ങനെ ചിത്രീകരിച്ച നമ്മുടെ ചെറുശ്ശേരി കവിതകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. വിട്ടുപോകുമ്പോൾ ഗോപികുമാരെല്ലാം ഇങ്ങനെ രഥത്തിൻ്റെ പുറകെ ഓടുന്നു, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് ഓടുകയാണ്. ഭഗവാൻ എല്ലാം തിരിഞ്ഞു നോക്കുന്നു. ആ ഒരു വൈകാരികമായ വേർപാടിൻ്റെ മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ കവിതകളായിട്ട് വായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് അരച്ചിലും വന്നിട്ടുണ്ട്. ഇത്രയും നാളും കളിച്ച് വളർന്ന തൻ്റെ നാടും വീടും ദേശവും കൂട്ടുകാരിമാരെയും എല്ലാം വിട്ടിട്ട് ഭഗവാൻ മധുരയ്ക്ക് പോകുന്നൊരു കാഴ്ച. പിന്നെ അവിടെ പോയി രാജാവൊക്കെ ആവും, പിന്നെ ഇങ്ങോട്ട് വരില്ലല്ലോ, ഗ്രാമം വിട്ടു പോവുകയാണ്. അപ്പോൾ ആ ഒരു രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഗോപികുമാരെല്ലാം ഇങ്ങനെ കൃഷ്ണൻ്റെ പുറകെ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ഓടുന്നു. അക്രൂരനാണ് തേര് തെളിച്ചത്. അപ്പോൾ അക്രൂരൻ വിചാരിച്ച് ഇവർക്കൊക്കെ എന്തിൻ്റെ സുഖേടാ, വെഡ്ഡികൾ മടകൾ പാവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒത്തിരി മനസ്സിലിങ്ങനെ സകത വെച്ച് ഇവർ ഓർത്തിട്ട് കുറച്ചു കാലം കഴിഞ്ഞു. കൃഷ്ണൻ മധുരയിൽ അങ്ങനെ ഇരിക്കും, രാജാവൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്താണ് അക്രൂരനിലേക്ക് പറഞ്ഞു, പോയിട്ട് മധുരയിൽ പോയിട്ട് എൻ്റെ കൂട്ടുകാരികളെ ഗോപികമാരെ എല്ലാവരും കണ്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? അക്രൂരൻ ഓക്കെ അപ്പം സന്തോഷമായി പോയി അവരെ കാണാൻ. അപ്പം അക്രൂരൻ വിചാരിച്ചതാണ്, ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഗോപികുമാരൊക്കെ ഓടി വരും, അവർ കരഞ്ഞുകൊണ്ട് കൃഷ്ണൻ്റെ എന്താണ് വിശേഷങ്ങളൊക്കെ തിരക്കും. അപ്പോൾ അവിടെ പോലുള്ള താത്വികമായിട്ട് ക്ലാസ്സൊക്കെ എടുക്കുക, ഗോപികുമാരോടെല്ലാം ക്ലാസ് എടുക്കാമെന്നൊക്കെ കഴിഞ്ഞിട്ട് ഒരു ക്ലാസ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പോവുക, പ്രഭാഷണം നടത്തുക, ഉപദേശിക്കുക അവരെ. ഭഗവാൻ ആരാണ്, ഭഗവാന്റെ മഹത്വം എന്താണ്, അകന്നിരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള
ഒത്തിരി ടോപ്പിക്സൊക്കെ വെച്ചുകൊണ്ട് ഗോപികുമാർ ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് അവിടെ ചെന്നത്. പുള്ളി കണ്ടതെന്താണ്, അവിടെ ചെല്ലുമ്പോൾ ഗോപികുമാരെല്ലാം വിഷണ്ണരായി, ദുഃഖത്തിൽ പരവശരായി, സന്തോഷമില്ലാതെ അരസമായി വിരസമായി ജീവിതം നയിക്കുന്ന കാഴ്ച കാണാനാണ് പോയത്. അവർക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പഴിക്കണ്ട, ഭഗവാൻ ഓർമ്മിക്കുന്നൊക്കെ പറഞ്ഞ് അവരെ ഞാനായിട്ട് സന്തോഷിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താ? ഗോപികമാരെല്ലാം ഭയങ്കര ലാവിഷായിട്ട് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അപ്പോൾ ചിന്ത എന്താ ഇങ്ങനെ? കൃഷ്ണൻ പോയപ്പോൾ എങ്ങനെ കിടന്ന് കരഞ്ഞവരാ? തേരിൻ്റെ പുറകെ ധാരാളം ദൂരെ ദൂരെ ഓടി വന്നവരാ ഇവരൊക്കെ. നമ്മുടെ കാറിൻ്റെ പുറകെ ബന്ധുക്കൾ പോകുമ്പോൾ പിള്ളേർ ഓടിപ്പോകത്തില്ല, പുറകെ വണ്ടിയുടെ പുറകെ ഓടുന്ന പോലെ ഓടിപ്പോയവർ ഇടയ്ക്ക് 2 പേര് മറിഞ്ഞടിച്ചൊക്കെ വീണു, കുറച്ച് പേർക്ക് പരിക്കേറ്റു, കുറച്ച് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നു. അപ്പം അങ്ങനെ ഒരു കാഴ്ചയാണ് അന്ന് അക്രൂരൻ കണ്ടത്. അപ്പം അതേപോലെ തന്നെയാണ് അവർ ജീവിക്കുന്നു കരുതി. പക്ഷേ കണ്ട കാഴ്ച ഗോപികന്മാരെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ ഇനി ക്ലാസ് എടുപ്പ് നടക്കൽ മനസ്സിലായി. കാര്യം ഞാൻ വന്നത് എന്തുദ്ദേശത്തിലാണ്? കാര്യം അക്രൂരൻ്റെ പാണ്ഡിത്യമുണ്ട്, പണ്ഡിതൻ്റെ ബുദ്ധിയാണ്. ആ പണ്ഡിതൻ്റെ ബുദ്ധിയും അതിൻ്റെ ഭക്തിയും മാത്രമേ അക്രൂരനുള്ളൂ. ഹൃദയത്തിൻ്റെ ഭക്തിയില്ല, ഡെഡിക്കേഷൻ ഇല്ല, ഒള്ളി എന്താണ് ഒഫീഷ്യലാണ്, ലോജിക്കാണ്. അപ്പോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് കൃഷ്ണനെ പോയിട്ട് വിഷമമൊന്നുമില്ലേ, സങ്കടമൊന്നുമില്ലേ ചോദിച്ചപ്പോൾ ഗോപിമാർ ചോദിച്ചു, എന്തിന് സങ്കടപ്പെടണം? ഞങ്ങൾ എന്തിനു സങ്കടപ്പെടണം? കാര്യം കൃഷ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ സങ്കടപ്പെടണം? അകന്നുപോയി എന്നൊരു ഫീലിങ്സ് ഉണ്ടെങ്കിലേ സങ്കടപ്പെടേണ്ട കാര്യമുള്ളൂ. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഓരോ ശ്വാസത്തിലും കൃഷ്ണൻ്റെ അനുഭവം ചെയ്യുന്നുണ്ട്, സാമീപ്യം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇത് മനഃപൂർവ്വം ഈശ്വരനെ എങ്ങനെ ഓർമ്മിക്കണം, ഈശ്വരൻ്റെ കൂട്ടുകെട്ടിൻ്റെ അനുഭവം എങ്ങനെ ചെയ്യണം എന്ന് അക്രൂരനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ പറഞ്ഞയച്ചത്. തൻ്റെ യഥാർത്ഥ തൻ്റെ ലവർ എന്താ? ഗോപിക, ഗോപിക എന്ന വാക്കിൻ്റെ അർത്ഥം ലവർ ഓഫ് ഗോഡ് എന്നാണ്. ഗോപി അർത്ഥം ലവർ ഓഫ് ഗോഡ്. അപ്പോൾ ഗോപന്മാരും ഗോപികമാരും എങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നതെന്നും എങ്ങനെയാണ് എന്നെ ഓർമ്മിക്കേണ്ടതെന്നും എന്താണ് സഹജയോഗം, നാച്ചുറലായിട്ട് എങ്ങനെ ഭഗവാനെ സ്നേഹിക്കാം, അത് ബുദ്ധി കൊണ്ടല്ല എന്നും പാണ്ഡിത്യം കൊണ്ടല്ല എന്നും അത് മനസ്സിൻ്റെ ആത്മസമർപ്പണ ഭാവത്തിൻ്റെതാണെന്നും അക്രൂരനെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ സിറ്റുവേഷനാണത്. ഇതെല്ലാം പോയി തിരക്കിയിട്ട് വാന്ന് പറഞ്ഞു. കാരണം അല്ലാതെ പഠിപ്പിച്ചാൽ ഞാൻ ഭഗവാന്റെ തേരാളിയാണ്, ഭഗവാനെ കൂടെ നിൽക്കാൻ, അപ്പം എന്നെ കഴിഞ്ഞ് വേറെ ആരും ഉള്ളൂ, ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നൊക്കെ അഹങ്കാരം അക്രൂരനുണ്ടായിരുന്നു. നമ്മൾ ചെറുശ്ശേരിയുടെ കഥ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതുന്നുണ്ട്, അക്രൂരനെങ്ങാനും വന്ന്, അക്രൂരൻ എന്ന് 2 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് ആ പദ്യത്തിൽ. അപ്പം നമ്മുടെ ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ചു തന്നത് അവിടെ 2 അർത്ഥത്തിലാണ് ഗോപികുമാർ അക്രൂരൻ എന്ന വാക്ക് ഉപയോഗിച്ചു. ഒന്ന് അക്രൂരൻ പേര്, ആ ക്രൂരൻ ഉണ്ടോ, അക്രൂരൻ എന്നൊരു അക്രൂരൻ വന്ന്, അക്രൂരൻ എന്നു പേരുള്ള ആ ക്രൂരൻ വന്ന് ഞങ്ങളുടെ കൃഷ്ണനെ ഞങ്ങളിന്നും അകറ്റിക്കളഞ്ഞു എന്ന് ഗോപികുമാരി പറയുന്നതായിട്ടൊരു ചെറുശ്ശേരിയുടെ ഭാവനയിൽ അദ്ദേഹം ഒരു വരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗോപികുമാരെ സംബന്ധിച്ചിടത്തോളം അക്രൂരൻ ഒരു ക്രൂരനായിരുന്നു. കാര്യം ആ പുള്ളിയാണല്ലോ വണ്ടി ഓടിച്ച് ഡ്രൈവർ, ആ പുള്ളി ആണ് ഞങ്ങളെ അകറ്റിക്കൊണ്ട് പോയത്. അതുകൊണ്ട് പാവം എന്ന നിസ്വാർത്ഥ ഭക്തർക്ക് ഭാവനയിൽ ഭഗവാൻ അകന്നു പോയതല്ല, അക്രൂരൻ വന്ന് കൊണ്ടുപോയി എന്നുള്ള ഭാവത്തിൽ അവർ കണ്ടത്. അക്രൂരൻ എങ്ങാനും വന്ന് ഒരു ആ വരി അതിനകത്ത് പറയുന്നുണ്ട് ആ പദ്യത്തിനകത്ത്. അപ്പോൾ അവിടെ ഭാവാർത്ഥത്തിൽ 2 പ്രാവശ്യം. അപ്പോൾ നമ്മൾ നിരൂപണം ചെയ്യുന്ന കവിതയെ നിരൂപണ ആളുകൾ 2 അർത്ഥത്തിലാണ് കൊടുക്കുക, അക്രൂരനും ആ ക്രൂരനും. അപ്പം ദ്വന്ദ്വമായ മീനിങ്സ് ആണ് അവിടെ കവി ഉപയോഗിച്ചത്. ഒരു വശത്ത് അക്രൂരൻ എന്ന പേരും, രണ്ടാമത്തത് ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അക്രൂരൻ എന്ന കഥാപാത്രം ആ ക്രൂരനായിരുന്നു ആ ഒരു നിമിഷത്തിൽ. അപ്പോൾ ബുദ്ധി കൊണ്ട് ഭഗവാനെ സ്നേഹിക്കുന്ന പണ്ഡിതൻ്റെ ഭക്തിയും പണ്ഡിതൻ്റെ സ്നേഹവും ഹൃദയം കൊണ്ട് ഭഗവാനെ സ്നേഹിക്കുന്ന നിസ്വാർത്ഥ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ലെ, അതീന്ദ്രിയ സുഖം എന്താണെന്നറിയണമെങ്കിൽ എന്താണ്? അക്രൂരനോട് ചോദിക്കാനല്ല, പിന്നെ ഗോപിയും സിപ്പിച്ചോ, ഗോപികമാരോട് ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതീന്ദ്രിയ സുഖം, ഈശ്വര അനുഭൂതി, ആ സഹജ യോഗം, അതിൻ്റെ അനുഭവം എന്താണെന്ന് അറിയണം എങ്കിൽ അതിവൻ പോയി കണ്ടു പഠിക്കട്ടെ എന്ന് കരുതി ഭഗവാൻ മനഃപൂർവ്വം അയച്ചതാണ്. അപ്പം ഇതിപ്പോൾ കണ്ടതെന്താ? ഗോപികുമാർ അതീന്ദ്രിയ സുഖത്തിലാണ്. അവർ മനസ്സുകൊണ്ടും ഓരോ ശ്വാസത്തിലും ഭഗവാനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സഹജ യോഗികളായിട്ട് അനുഭവിക്കുകയാണ്. അങ്ങനെ ആത്മസമർപ്പണം, അതായത് ബലി അഥവാ സറണ്ടറിങ്, സമർപ്പണ ഭാവം എന്ന് പറയുന്നതാണ് ഹൃദയത്തിൻ്റെതാണ്. ദിൽസയുള്ള ആ അറ്റാച്ച്മെൻറ്റ്. ഭഗവാൻ നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് വെക്കണോ, എന്നോട് വെച്ചോളൂ. അറ്റാച്ച്മെൻറ്റ് വികാരമാണ് എങ്കിൽ തന്നെയും പൊസസീവ്നെസ്സോടുള്ള സ്നേഹമാണ് അറ്റാച്ച്മെൻറ്റ്. ആ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അറ്റാച്ച്മെൻറ്റ് എന്ന വികാരത്തെ നിങ്ങൾ കളയണ്ട, പകരം ആ വികാരത്തെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യൂ. ദേഹധാരികളോടുള്ള അറ്റാച്ച്മെൻറ്റ് മാറ്റിയിട്ട് പകരം
നിരാകാരനായ പരമാത്മാവിനോട് നിങ്ങൾ അറ്റാച്ച്ഡ് ആവും, എന്നും കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമർപ്പണ ഭാവം ഹൃദയം കൊണ്ട് ദിൽ സേ കഹോ മേരാ ബാബ, എപ്പോഴും പറയാറില്ല, ദിൽ സേ കഹോ മേരാ ബാബ, ദിൽ സേ കഹോ പ്യാരാ ബാബ, ദിൽ സേ കഹോ മീഠാ ബാബ. അപ്പം ഹൃദയത്തിൽ നിന്നും ആ മധുരത്തോടെ, പ്രിയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി മേരാ ബാബ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള ഡെഡിക്കേറ്റഡ് സറണ്ടറിങ് എന്നുള്ള ആ ഭാവത്തെ നമ്മൾ വളർത്തിയെടുക്കണം. അതുകൊണ്ടാണ് എപ്പോഴും മുരളി ബാബ അല്ലെ ബോലി ബാലി മാതായെ, നിഷ്കളങ്കരായ അമ്മമാരെ, എഴുത്തും വായന പോലും അല്ല, സ്കൂളിൻ്റെ പടി പോലും കണ്ടിട്ടില്ല, മുരളി വായിക്കാൻ അറിയില്ല, പക്ഷെ ഒന്നറിയാം, മേരാ ബാബ. ബസ് മതി, ഇത്രയും പറ്റുന്നുണ്ടല്ലോ. ഹൃദയം കൊണ്ട് മേരാ ബാബ എന്ന് വിളിച്ചാൽ സർവ ഖജനാവിൻ്റെയും താക്കോലാണ്, കീയാണ്, ചാവിയാണ് മേരാ ബാബ. അവിടെ ഹൃദയത്തിൽ നിന്നും ആരെ അറിഞ്ഞുകൊണ്ട് ഉള്ളിൽ നിന്നും മേരാ ബാബ, എൻ്റെ ബാബ എന്ന് വിളിക്കുന്നോ, തീർച്ചയായിട്ടും ഭഗവാന്റെ മുഴുവൻ ഖജനാബുകളുടെയും അധികാരിയായിട്ട് അവർ മാറുക തന്നെ ചെയ്യും. അതിന് സ്കൂളിൽ പോകണമെന്നോ പഠിക്കണമെന്നോ പാണ്ഡിത്യം വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. ഇത് ഹൃദയത്തിൻ്റെ ഒരു സമർപ്പണ ഭാവമാണ്. ഇതൊരു ഹൃദയത്തിൻ്റെ ഒരു വൈകാരിക ഇമോഷണൽ ലെവലാണിത്. അതുകൊണ്ട് എന്താണ് ഈ സംഗമയുഗം എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും സറണ്ടർ ആകാനുള്ള സമയം. എന്നാൽ സറണ്ടർ, സിർ അണ്ടർ, സറിൻ്റെ മുമ്പിൽ, സർ ആണ് ഭഗവാൻ, ആ ഭഗവാന്റെ അതോറിറ്റിക്ക് മുമ്പിൽ നമ്മൾ അണ്ടറിലിരിക്കണം. ഈശ്വരാധീനം എന്ന വാക്കിൻ്റെ അർത്ഥം സറണ്ടർ മീൻസ് സർ ഈശ്വരനാണ്, അണ്ടർ അധീനം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈശ്വരന് അധീനരായിട്ട്, ഈശ്വരന് വിധേയനായിട്ട് ജീവിക്കണം. അതിനെന്ത് ചെയ്യണം? സിർ അണ്ടർ, നമ്മുടെ തല കുനിക്കണം. ഏതല്ല? ഈഗോ, ഞാനെന്ന ഭാവത്തിൻ്റെ തല കുനിച്ച് ഞാൻ ആരാണ്? നിൻ്റേതാണ്, നീ എൻ്റേതാണ്. മേ ബാബാക്കാക്കും ബാബ മേരാ, മേ ബാബാക്ക ബാബ മേരാ. ഈ ഒരു ഭാവത്തിൽ നമ്മുടെ അഹംഭാവത്തെ എല്ലാം കളഞ്ഞ് നമ്മുടെ ഈഗോയാകുന്ന തല കുനിക്കണം. എന്നാൽ സിർ അണ്ടർ, തല കുനിച്ച് നിൽക്കുക. വിധേയത്വ ഭാവം, വിനീത ഭാവം, അതിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതിൻ്റെ ഒരു സമയം ആണിത്. അതുകൊണ്ട് ബാബു ഒരു മുരളി പറഞ്ഞു, ബച്ചേ അബ് സമയ അനുസാർ സമർപ്പണ ഭാവ് കോ പെടാത്തെ ജാവോ. അപ്പോൾ സമയമനുസരിച്ച് നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിലുള്ള ആ സമർപ്പണ ഭാവത്തെ വളർത്തിക്കൊണ്ട് മുൻപോട്ട് പോകണം. എത്രത്തോളം നമ്മുടെ ഉള്ളിൽ സമർപ്പണ ഭാവം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും വർദ്ധിപ്പിച്ചോളൂ. കാരണം ഈ സമയത്ത് നമ്മൾ എത്രത്തോളം ബലിയാകുന്നോ ആ ബലിയുടെ പെർസെൻറ്റേജ് അനുസരിച്ചായിരിക്കും പ്രാപ്തികളുടെ അറ്റൈൻമെൻറ്റ്സും കിട്ടുക. ഇതിൽ കഥയിൽ പറയുന്നുണ്ടല്ലോ, നീ ഇപ്പോൾ ഈ ഒരു ജന്മം എൻ്റെ മുൻപിൽ 3 സമർപ്പിച്ചത് കൊണ്ട് തൻ മൻ ധൻ, ഇത് 3 സമർപ്പിച്ച് മഹത്തായ ബലി ചെയ്തതുകൊണ്ട് ഞാൻ നിന്നെ സുതലത്തിലേക്ക് അയക്കുന്നു. സുതലം എന്താണ്? ശ്രേഷ്ഠമായ തലം, സ്റ്റേറ്റ്, ഒരു ലെവലാണ്. സുതലം എന്ന, തലം മീൻസ് ലെവൽ, ഒരു പ്രത്യേക ലെവലിലേക്ക് നിന്നെ ഞാൻ ഉയർത്തും. അതേതാണ്? ദേവതാ പദവി. അതിൽ പല പല ലെവൽസ് ഉണ്ടാകുമല്ലോ. അപ്പം ഈ സമയത്ത് ചെയ്യുന്ന സറണ്ടറിങ്ങിൻ്റെ പെർസെൻറ്റേജ്, ഏത് ലെവലിലുള്ള സറണ്ടറിങ്, ഏത് ഭാവത്തിലുള്ള സറണ്ടറിങ്, അതനുസരിച്ചായിരിക്കും സത്യയുഗത്തിലെ പ്രാപ്തിയും പെർസെൻറ്റേജും നിർണ്ണയിക്കുക. അതുകൊണ്ട് ഭവൻ നമ്പർ വാർ എന്ന വാക്ക് എല്ലായിടത്തും ആപ്ലിക്കബിളാണ്. പരന്താമത്തെ ആത്മാക്കൾ വരുന്നു, അത് നമ്പർ വാറാണ്. സത്യയുഗത്തിൽ ജന്മമെടുക്കുന്നു, അത് നമ്പർ വാറാണ്. പ്രാപ്തികൾ അനുഭവിക്കുന്നു, അത് നമ്പർ വാറാണ്. ഭക്തി ചെയ്യുന്നത് നമ്പർ വാറാണ്. പൂജ കിട്ടുന്നത് നമ്പർ വാറാണ്. ജ്ഞാനം എടുക്കുന്നത് നമ്പർ വാറാണ്. യോഗത്തിൽ കുട്ടികൾ നമ്പർ വാറാണ്. സേവനത്തിൽ നമ്പർ വാറാണ്. അതുപോലെ ധാരണയിൽ നമ്പർ വാറാണ്. എല്ലാത്തിലും നമ്പർ വാർ മീൻസ് നമ്പർ വൈസ് 1 2 3 4 5 എന്നുള്ള നമ്പർ എല്ലാത്തിലും വരാൻ കാരണം എന്താണ്? അതിൻ്റെ പിന്നിലുള്ള ഭാവത്തിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ബാബർ ജിത്തന സമർപ്പണ ഭാവക്കോ ബിടാത്തെ ചലിച്ചാവോ ജാവെങ്കിൽ, എത്രത്തോളം നമുക്ക് സമർപ്പണ ഭാവത്തെ വളർത്തുവാൻ സാധിക്കുമോ അത്രയും സമർപ്പണ ഭാവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കൂ. അതുകൊണ്ട് ഗുണം എന്താണ്? എത്രത്തോളം സമർപ്പണ ഭാവത്തെ നമ്മളിലേക്ക് വർദ്ധിപ്പിക്കുന്നുവോ അത്രയും മേ ഔർ മേരാ, മേ ഔർ മേരാ, ഞാൻ എൻ്റേത് എന്ന ഭാവത്തിൽ നമുക്ക് അകന്നിരിക്കുവാനും സാധിക്കും. അതായത് നാച്ചുറലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വൈരാഗ് വൃത്തി, വൈരാഗ്, ഞാൻ ഭാവിക്ക് സമർപ്പണമായി, ഇതൊന്നും എൻ്റേതല്ല, ദെൻ വൈരാഗ്. എന്തിന്? അതിനോട് എനിക്ക് രാഗം, അറ്റാച്ച്മെൻറ്റ് വരേണ്ട ആവശ്യമെന്നാണ്. എൻ്റേതല്ലാത്തൊരു സാധനത്തോട് പിന്നെ ഞാനെന്തിന് അറ്റാച്ച്മെൻറ്റ് വയ്ക്കണം? എൻ്റേതല്ലാത്ത സാധനത്തിന് ഞാൻ തോർമ്മിക്കണം? എൻ്റേതല്ലാത്തൊരു സാധനത്തെക്കുറിച്ച് ഞാൻ എന്തിനു ചിന്തിക്കണം? അതിന് വൈരാഗ്യം മീൻസ് അതാണ് വൈരാഗ്. എൻ്റേതല്ലാത്ത അന്യൻ്റേതായ ഒരു വസ്തുവിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ്? ടെൻഷൻ അടിക്കേണ്ട ആവശ്യം, അത് എൻ്റേതല്ലല്ലോ. അതുകൊണ്ട് അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അതിനെന്ത് സംഭവിച്ചാലും അതെന്നെ ബാധിക്കുന്ന വിഷയവുമല്ല. അതാണ് വൈരാഗ്. അപ്പോൾ സമർപ്പണ ഭാവം നമ്മുടെ ഉള്ളിൽ മേരാപ്പൻ
അതിലും നമ്മളെ ഡിറ്റാച്ച് ആക്കുകയും ചെയ്യുന്നു. അതായത് അത്രയധികം വൈരാഗ്യവൃത്തി നമ്മളിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ എവിടെയാണോ വൈരാഗ്യവൃത്തി വരുന്നത് അവിടെ ഏകരസ്ഥിതി ഉണ്ടാവും. സ്ഥിതി ഒരിക്കലും ഡഗ്മഗാകുന്നില്ല, ഉലച്ചിലില്ല. ഏതൊരു സാഹചര്യം വന്നാലും ഒരേപോലെ ഏകരസാവസ്ഥ. അപ്പം കണ്ണൊക്കെ നമ്മൾ സമർപ്പണ ഭാവത്തിലൂടെ നമുക്ക് മേന്മേരാപ്പൻ ഇല്ലാതാകുന്നു. അതിനനുസരിച്ച് വൈരാഗ്യവൃത്തി ഉണ്ടാകുന്നു. വൈരാഗ്യവൃത്തിക്കനുസരിച്ച് ഏകരസ്ഥിതി ഉണ്ടാകുന്നു. ആ സ്ഥിതിയിൽ എത്തിച്ചേർന്ന ആൾക്ക് പിന്നീട് സ്തുതിയില്ല, നിന്ദയില്ല, സുഖവുമില്ല, ദുഃഖവുമില്ല, ജയവുമില്ല, പരാജയമില്ല, സമ്പന്നതയില്ല, ദരിദ്രമില്ല. എല്ലാത്തിലും സമത്വഭാവം, സമാനഭാവം. അതുകൊണ്ടാണല്ലോ നമ്മൾ രാജയോഗത്തിന് സമത്വയോഗം എന്നുകൂടി പേരുണ്ട്. ഭക്തിയോഗം, ജ്ഞാനയോഗം, അല്ലേ, അതുപോലെ കർമ്മയോഗം എന്നൊക്കെ പല പേരുകൾ വിളിക്കാറുണ്ട് രാജയോഗത്തിന്. പര്യായ പദങ്ങൾ നമ്മൾ കോഴ്സിലൊന്നും പറയാറില്ല. അതേപോലെ രാജയോഗത്തിൻ്റെ മറ്റൊരു പേരാണ് സമത്വയോഗം. കാരണം രാജയോഗി ഏതൊരു ഭാവത്തിലും ഏതൊരു തലത്തിലും മനസ്സിനെ സമത്വഭാവത്തിൽ വയ്ക്കുന്നു. അപ്പോൾ രാജയോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റക്കുറച്ചിലുകളില്ല. എപ്പോഴും ഒരേപോലെ സ്റ്റഡി ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ മീൻസ് നമ്മൾക്ക് ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ, ഫീലിങ്സ് വരുമ്പോൾ, ഇമോഷൻസ് വരുമ്പോൾ നമ്മുടെ മെൻ്റൽ വൈബ്രേഷൻ, ബ്രെയിൻ വേവ്സ് എന്താകത്തില്ല, ഇങ്ങനെ വരില്ല. ബ്രെയിൻ വേവ് എപ്പോഴും സ്റ്റഡി ആയിരിക്കും. ഇതാണ് ഏകരസ്ഥിതി മീൻസ്. ഏകരസ അവസ്ഥ മീൻസ് എനിക്ക് ജയം വരുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു, അപ്പോൾ ബ്രെയിൻ വേവ് ചേഞ്ച് ആകുന്നു, ഉത്സാഹത്തിൻ്റെ വൈബ്രേഷൻസ്. സങ്കടം വരുമ്പോൾ ഞാൻ ഡൗൺ ആകുന്നു, അപ്പോൾ ബ്രെയിൻ വേവ് ഡൗൺ, ലോ എനർജിയിലേക്ക് പോകുന്നു. ഒരാൾ സ്തുതിക്കുമ്പോൾ ഞാനും വല്ലാണ്ടങ്ങ് സന്തോഷിക്കുന്നു, ബ്രെയിൻ വേവ് അങ്ങ് ഹൈ ആകുന്നു, പോസിറ്റീവ് ആകുന്നു. നിന്ദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഡള്ളാകുന്നു. അങ്ങനെ വരാതെ ഏത് സിറ്റുവേഷൻ വന്നാലും എൻ്റെ ഇമോഷണലി ഞാൻ ഇൻ്റലിജൻ്റ് ആണ്. അതാണ് EQ, ഇമോഷണൽ കോഷ്യൻ്റ്. അത്രയും ഞാൻ ഡെവലപ്പാക്കി വെച്ചതുകൊണ്ട് എന്തു തന്നെ വന്നാലും ഞാൻ ചലിക്കില്ല. അതുകൊണ്ട് എന്താണ്, ഇമോഷൻസോ ഫീലിങ്സോ, അതൊക്കെ എന്ത് തന്നെ ഫീലിങ്സ് വന്നാലും ഇമോഷൻ വന്നാലും അതെൻ്റെ മനോനിലയെ ബാധിക്കാതെ എൻ്റെ ബ്രെയിൻ വേവ് എപ്പോഴും ഒരേപോലെ നിലനിർത്താൻ സാധിക്കുന്നു. അങ്ങനെ സാധിക്കുന്ന അവസ്ഥയാണ് ഏകരസസ്ഥിതി. അതിനാണ് മനസ്സിനെ ജയിക്കുക, മഞ്ജിത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഏകരസസ്ഥിതിയിലിരിക്കണം. എന്താ ഏകരസസ്ഥിതി? നമ്മൾ ഇന്ന് തൊട്ട് ഗൂഗിളിൽ കയറിയിട്ട് ബ്രെയിൻ വേവ്സ് ഒന്ന് അടിച്ചു നോക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്രെയിൻ വേവ്സ് കിട്ടും. ഓരോ സിറ്റുവേഷനിലും നമ്മുടെ ബ്രെയിൻ വേവ് എങ്ങനെയാണ് വരുന്നത്, ദേഷ്യപ്പെടുമ്പോൾ ബ്രെയിൻ വേവ് എങ്ങനെയാണ്, ശാന്തമായിരിക്കുമ്പോൾ ബ്രെയിൻ വേവ് എങ്ങനെയാണ്, നമ്മൾ കണ്ണടച്ച് യോഗ ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ബ്രെയിൻ വേവ് എന്തായിരിക്കും, കണ്ണ് തുറന്നിരുന്ന് യോഗം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ബ്രെയിൻ വേവ്, പെട്ടെന്ന് സങ്കടം വരുമ്പോൾ ബ്രെയിൻ വേവ് എങ്ങനെയാകും, ഒന്ന് പേടിക്കുമ്പോൾ ബ്രെയിൻ വേവ് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കി ഓരോ സിറ്റുവേഷൻ നമ്മുടെ മൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂഡ് മാറുമ്പോൾ വേവും ചേഞ്ച് ആവും. അപ്പോൾ അർത്ഥം എന്താണ്, അവർ ബഹുരസ സ്ഥിതിയില്ല. പേടി ഒരു രസമാണ്, സന്തോഷം ഒരു രസമാണ്, മൂഡ് ഓഫ് ആവുന്ന ഒരു രസമാണ്. അപ്പോൾ ഡിഫറൻറ്റ് രസമാണ്. പലതരത്തിലുള്ള അവസ്ഥകൾക്കും ബ്രെയിൻ വേവും പലതരത്തിലാവും. എന്നാൽ യോഗിക്ക് അവസ്ഥ, ഏതവസ്ഥ വന്നാൽ അതൊക്കെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രമാണ്. സ്തുതിയും നിന്ദയും മാനവുമൊക്കെ പുറം ലോകത്തെ അവസ്ഥകളായതുകൊണ്ട് തന്നെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല, എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ സ്ഥൂലമായ വിഷയങ്ങളൊന്നും സൂക്ഷ്മമായ മനസ്സിനെ ടച്ച് ചെയ്യുന്നേ ഇല്ല. അതായത് ആത്മാ ഇപ്പം എന്തായി, ഫീലിംഗ് പ്രൂഫ് ആയി, ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയി. എവിടെ ഇമോഷൻ കാണിക്കണം, എവിടെ കാണിക്കരുതെന്ന് വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ട് ഓവർ ഇമോഷൻസ് അവർക്കില്ല. ഇനി സന്തോഷിച്ചാലും ബ്രെയിൻ വേവ് മാറുന്നില്ല. അങ്ങനെ പറയാറില്ല യോഗി എന്നാണ്, ജനനത്തിൽ കരയുകയുമില്ല, ജനനത്തിൽ ചിരിക്കുകയുമില്ല, മരണത്തിൽ കരയുകയില്ല എന്ന്. ജനനവും മരണവും അവർക്ക് രണ്ടും ഒരു പ്രോസസ്സ് മാത്രമാണ്. അവർക്കതിൽ വ്യത്യാസം കാണാൻ പറ്റില്ല. രണ്ടിനെ അവർ തുല്യമായ മനസ്സോടെ കാണുന്നു. മരണത്തെ അക്സെപ്റ്റ് ചെയ്യുന്നു, ജനനത്തെയും അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ച് മരണത്തിൽ പൊട്ടിക്കരയുകയും ജനനത്തിൽ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന സംസ്കാരം ആർക്കില്ല, യോഗിക്കില്ല എന്നർത്ഥം. അർത്ഥം ഏത് സാഹചര്യത്തിലും സ്റ്റഡി മൈൻഡ് കീപ്പപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ബ്രെയിൻ വേവ് സ്റ്റഡിയാക്കി വെക്കണം, ബ്രെയിൻ വേവ് ചേഞ്ച് ആയിരിക്കണം. അതാണ് ഏകരസ സ്ഥിതിയിൽ നിന്നുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സുഖം, ദുഃഖം, മാനം, അപമാനം എല്ലാത്തിലും ഏകരസസ്ഥിതി ഒരേപോലെ ഇരിക്കണം, സമാന സ്ഥിതി ഉണ്ടാകണം. അതിന് നമുക്ക് ഈ സമർപ്പണ ഭാവം നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സമർപ്പണ ഭാവം ചെയ്യുന്നില്ല എങ്കിൽ, ആ സമർപ്പണ ഭാവത്തെ വർദ്ധിപ്പിക്കുന്നില്ല എങ്കിൽ അന്തിമ സമയത്ത് നമുക്ക് ടെസ്റ്റ് പേപ്പർ ധാരാളം വരും. ഇമോഷൻസ്, ഫീലിങ്സ് എന്തെല്ലാമായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള വൈരാഗ്യവൃത്തി വരാതെ രാഗവൃത്തി വരും. എൻ്റേത് പവൻ നഷ്ടവും മോഹ സ്മൃതി ലബ്ധ സ്വരൂപ് എന്നുള്ള അന്തിമ പാഠം എഴുതാൻ പറ്റില്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. നിങ്ങൾ നഷ്ടോ മോഹ സ്മൃതി സ്വരൂപയായോ? എ എസ്, ബി നോ. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി, എസ് ഓർ നോ പറഞ്ഞോളുക.
അപ്പം ബാബ എനിക്ക് എസ് ഞാൻ നഷ്ടോമോഹയാണ് എങ്കിലും എൻ്റെ മക്കളെ ഓർമ്മിക്കുമ്പോൾ പോകാൻ വേണ്ട. യെസ് ഓർ നോ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. സാധാരണ തന്നെ സ്കൂളുകളിലൊക്കെ പക്ഷേ നടത്തുന്നത് ആദ്യമല്ല യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അവസാനം എസ് ഐ ആയിരിക്കും. ഇവിടെ നേരെ തിരിച്ചാണ്. എക്സ്പ്ലനേഷനൊക്കെ ആദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അവിടെ തീരുമാനിക്കും ആരൊക്കെ സത്യത്തിൽ വരണം, ആരൊക്കെ ത്രേതായുഗത്തിൽ വരണം. ഇവിടെയാണ് രാമനും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസവും. നഷ്ടോ മോഹ സ്മൃതി ലബ്ധ എന്ന ടെസ്റ്റ് പേപ്പറിൽ ആയോ യെസ് എന്ന് പറഞ്ഞാൽ സത്യത്തിലും വരും, നോ പറഞ്ഞാൽ ത്രേതായുഗത്തിലേക്ക് പോകും. എന്തുകൊണ്ടാ? യെസ് എന്ന് പറയണോ നോ എന്ന് പറയണോ ചിന്തിക്കാൻ സമയമെടുത്തു. കൃഷ്ണന്റെ സോള് ചിന്തിച്ചില്ല, ക്വസ്റ്റ്യൻ കേട്ടു. നഷ്ടോ മോഹ സ്മൃതി ലബ്ധ സ്വരൂപ ആയോ യെസ്, ഒറ്റടി ആൻസർ പറഞ്ഞു. ഓക്കെ, സിലൂത്തി. മറ്റേയാൾ യെസ് എന്ന് പറയണോ നോ എന്ന് പറയണോ ഒന്ന് ചിന്തിക്കാൻ പോയി. എന്നാൽ പുരുഷാർത്ഥം രണ്ടുപേർക്കൊക്കെ ഈക്വൽ ഏകദേശം. പക്ഷെ ഒരു ചിന്ത വന്നു ആ സമയത്ത്, ഒന്ന് തിരിഞ്ഞു നോക്കി അല്ലേ. വൃത്തിശേഷ അവസാനം പാഞ്ചാലിയും കൗരവരും പാണ്ഡവരും എല്ലാം മലയിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? ആദ്യം പാഞ്ചാലി തിരിഞ്ഞു നോക്കി. നോക്കി എല്ലാം വീണെന്നാണ് പറയുക. പുറകേട്ട് നോക്കി, അതായത് പാസ്റ്റിലേക്ക് പോയി. പിൻവിളി ഉണ്ടായി. പറയുന്നു സമ്പൂർണ്ണതയുടെ മാർഗത്തിലേക്ക് പോകുമ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, പുറകോട്ട് നോക്കരുത്. ഇവിടെ പുറകോട്ട് നോക്കുന്ന ആരാണോ അവരെല്ലാം കാല് തട്ടി മറിഞ്ഞടിച്ച് വീഴും. അപ്പം പുരുഷാർത്ഥത്തിൽ പിന്നോട്ടമില്ല. നമ്മുടെ ലക്ഷ്യം മുന്നോട്ട് മാത്രം, സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്ക്വേഡ് പാടില്ല. അതുകൊണ്ട് എന്താണ്, ഏകരസസ്ഥിതി വരാത്ത ആത്മാക്കൾക്ക് നഷ്ടോമോഹയുടെ പേപ്പർ വരുമ്പോഴത്തേക്കും സങ്കല്പം വരും, ചിന്തകൾ ഉണ്ടാവും. അപ്പം എന്ത് പറ്റും? സമർപ്പണ ഭാവമില്ലാത്തവർക്ക് എൻ്റെ വീട്, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ മക്കൾ, അവരെ വിട്ടു പോകണമല്ലോ, ഇങ്ങനെ പലതരത്തിലുള്ള സങ്കല്പങ്ങൾ വന്നപ്പോൾ അന്തമതി സോഗതി അന്തമെഞ്ചോ സ്ത്രീ സിമരേ, ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന മുരളി പോയിൻസുകളാണ്. അതിന് കുട്ടികൾ എത്രത്തോളം സമർപ്പണ ഭാവത്തെ നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രയും തന്നെ ആ ശരീരി സ്ഥിരീകരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ബാബു പറയാണ്, ഈ സമർപ്പണ ഭാവത്തിലേക്ക് വന്നാൽ റിസൾട്ട് എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞു, ഞാൻ എൻ്റേതെന്നുള്ള ഭാവങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വേറിട്ടവരായിട്ട് മാറും. അതിലൂടെ വൈരാഗ്യവൃത്തി ഉണ്ടാകും, അതിലൂടെ ഏകരസസ്ഥിതി വരും. അത് വന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ നഷ്ടോമോഹയുടെ പേപ്പർ പാസ്സാകും. രണ്ടാമത്തെ എന്താണ്, എത്രത്തോളം നമുക്ക് സമർപ്പണ ഭാവം നമ്മൾ വർദ്ധിക്കുന്നുവോ അത്രയും അശരീരി സ്ഥിതി നമുക്ക് ഉറയ്ക്കും. അത് വളരെ ഈസി ആയിട്ട് മാറും അശരീരിയാകാൻ. അല്ലെങ്കിലോ നമ്മൾ സമർപ്പണം ചെയ്തിട്ടില്ല, അപ്പം ദേഹത്തിൻ്റെ സ്മൃതി വരും, ദേഹസംബന്ധികളുടെ ഓർമ്മ വരും, അതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ സ്മൃതി ഇങ്ങനെ നിരന്തരം നമ്മൾ അരട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അശരീരിയാകാതെ ശരീരിയായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സമർപ്പണ ഭാവം കൂടുന്നതനുസരിച്ച് അശരീരി സ്ഥിതി ഇരിക്കുവാൻ വളരെ എളുപ്പമായിട്ട് മാറും. അപ്പോൾ സ്ഥിതി അശരീരമാകുമ്പോഴത്തേക്കുള്ള ഇച്ഛകൾ ഓട്ടോമാറ്റിക്കലി കുറയാൻ തുടങ്ങും. ആണ് ഇച്ഛാമാത്ര വിദ്യ നേരത്തെ പറഞ്ഞത്. അശരീരിയാകുമ്പോൾ ദേഹമേ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അവിടെ ഇച്ഛയ്ക്ക് പ്രസക്തി ഇല്ല. അപ്പോൾ അശരീരി സ്ഥിതിയിലൂടെ നമുക്ക് ഇച്ഛകൾക്ക് അന്ത്യമുണ്ടാക്കാൻ കഴിയും, ഇച്ഛകൾക്കെല്ലാം ഉപരിയാകാൻ സാധിക്കും. അതേസമയം ഇച്ഛകൾ പറയുമ്പോൾ എന്ത് പറ്റും? സന്തുഷ്ടത, സന്തോഷം, ഉത്സാഹം ഇതെല്ലാം വർദ്ധിക്കുകയും ചെയ്യും. അതിലൂടെ എന്താണ്, ആത്മാവ് ലൈറ്റാകും. ലൈറ്റായാലോ പറക്കാം. അങ്ങനെ ആ ശരീരത്തിൽ വരുന്നവരുടെ ഇച്ഛകളുടെ ഭാരം കുറയുന്നു, പകരം സന്തുഷ്ടതയും സന്തോഷവും ഉത്സാഹവും വരുന്നു. ഇത് ആത്മാവിനെ ഭാരരഹിതമാക്കും. അങ്ങനെ ആത്മാവ് പരിസ്ഥിതിയെ പോലെ പറക്കാൻ തുടങ്ങും. തികച്ചും ന്യാര പ്യാര ആയി കർമാതീത അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് ബാബ പറയുന്നു, ഈ ഒരു സ്റ്റേജിൽ എപ്പോൾ നിങ്ങൾ എത്തുന്നോ അതിനെ വിളിക്കുന്ന പേരാണ് ബാബ് സമാന സ്ഥിതി. അതാണ് കർമാതീത സ്ഥിതിയാണ് നമ്മുടെ ലക്ഷ്യം. ആ കർമാതീത അവസ്ഥയിൽ എത്തുമ്പോൾ എന്തായി? നമ്മൾ ബാബ് സമാന സ്ഥിതിയെ കൈവരിച്ചു എന്ന് പറയാം. ഈ സ്ഥിതിയിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താണ് ബാബ പറയും, ധാരാളം അല്ലേ സാധനങ്ങൾ, അവസരങ്ങൾ എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് സങ്കല്പിക്കുന്നോ, എന്താകാൻ ആഗ്രഹിക്കുന്നോ തീർച്ചയായിട്ടും അത് ആയിത്തീരാനുള്ള സമയം ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അവസരങ്ങൾ നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്താണ്, മാക്സിമം ഈ സമയത്തെ യൂട്ടിലൈസ് ചെയ്യുക. എന്ത് സങ്കല്പമാണോ വയ്ക്കുന്നത് ആ സങ്കല്പത്തിൻ്റെ സിദ്ധി ഉണ്ടാവുക തന്നെ ചെയ്യും. എൻ്റെ സങ്കല്പം എനിക്ക് കർമാതീതമാകണം, ബാപ്സമനാകണം, ഒക്കെ തീർച്ചയായിട്ടും ആവുക തന്നെ ചെയ്യും. കാരണം ബ്രാഹ്മണൻ്റെ സങ്കല്പങ്ങൾക്ക് ഫലം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആരുടെ സങ്കല്പം ഫലം കിട്ടും? നിങ്ങൾ സ്വന്തം സങ്കല്പങ്ങൾക്ക് സിദ്ധി നേടി അനേക ആത്മാക്കളുടെ സങ്കല്പങ്ങൾക്ക് സിദ്ധി കൊടുക്കാൻ നിമിത്തമാക്കപ്പെട്ടവരാണ് ദേവാത്മാക്കൾ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കണം.
എന്നിട്ട് മറ്റനേക ആത്മാക്കൾ നിങ്ങളിക്കാൻ വേണ്ടി എന്തൊക്കെ ആഗ്രഹങ്ങൾ പറയുന്നോ അതൊക്കെ സാധിച്ചും കൊടുക്കണം. അപ്പോൾ രണ്ട് സിദ്ധിയാണ്. ഒന്ന് സ്വയം എടുക്കണം, മറ്റൊന്ന് സിദ്ധി കൊടുക്കണം. അതുകൊണ്ടാണ് സിദ്ധി സ്വരൂപരെന്ന് ആരെ വിളിക്കുക? ദേവതകളെ വിളിക്കുക. അതുകൊണ്ട് ബസ് ബച്ചേ അറ്റൻഷൻ ദോ. ബാബറിൻ മക്കളെ, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധ കൊടുക്കൂ, ശ്രദ്ധ വയ്ക്കൂ. എന്ത് ചെയ്യണം? മേരാ ഹേത്തോസെ തേരാ തേരാ കനേക്ക് പുരുഷാർത്ഥ കറോ. അതുകൊണ്ട് ഇവിടെ എവിടെയെല്ലാം എൻ്റെ 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 എന്നുള്ള ഭാവന നമുക്ക് വരുന്നുണ്ടോ അതിനെല്ലാം തേരാ തേരാ എന്നാക്കാനുള്ള ഭാവനയിലേക്ക് വരൂ. ഈ തേരാ പറയാനുള്ള ഭാവനയാണ് എന്ത്? സമർപ്പണം. എൻ്റെതല്ല ശരീരം, എൻ്റെതല്ല നിൻ്റേത്. മനസ്സ് എൻ്റെതല്ല. മേരാ മന്നഹി തേരാ മൻ, മേരാ തന്നഹി തേരാ ധൻ, തേരാ തൻ, മേരാ ധന്നഹി തേരാ ധൻ. അപ്പം എൻ്റെ പക്കലുള്ള മേര ആയിട്ടുള്ളതെല്ലാം തേര ആക്കി മാറ്റുന്നു. അങ്ങനെയുള്ള പുരുഷാർത്ഥം നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താകും? പാസ് വിത്ത് ഓണർ ബൻ ജായേഗ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായി തീരാം? പാസ് വിത്ത് ഓണറായിട്ട് മാറാം. അതുകൊണ്ട് ബാബ നമ്മളോട് പറഞ്ഞ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുരുഷാർത്ഥത്തിൻ്റെ പ്രോജക്റ്റാണ്, പദ്ധതിയാണ്. എന്ത് ചെയ്യണം? സറണ്ടറിങ് മെൻറ്റാലിറ്റി വർദ്ധിപ്പിക്കുക, സമർപ്പണ ഭാവത്തെ വർദ്ധിപ്പിക്കുക, കൊടുക്കാനുള്ള ഭാവത്തെ, ദാനം കൊടുക്കാനുള്ള ഭാവത്തെ വർദ്ധിപ്പിച്ചിരിക്കൂ. അവ തീർച്ചയായിട്ടും ദേവതയായിട്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്ന സമർപ്പണമാണ് പിന്നീട് നമുക്ക് ലഭിക്കുന്ന സർവ്വപ്രാപ്തികളുടെയും ആധാരമായിട്ടുള്ളത്. അപ്പം സമർപ്പണത്തിൽ ആദ്യം വരേണ്ടത് എന്താണ്? ഇച്ഛാമാത്രം അവിദ്യയാവുക, വൈരാഗിയാകുക, വേറിട്ടതാകുക, ഭാരരഹിതമാകുക, സന്തോഷവാനാകുക, ഉത്സാഹവാനാകുക, പറക്കുക, പരിസ്ഥിതിയാവുക. ഓം ശാന്തി. ഇത് ഈ പറയുന്ന പുരുഷാർത്ഥത്തിൻ്റെ പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് യോഗ ചെയ്യാം.
ഒടുവിൽ നീയറിഞ്ഞു കനിവാർന്ന മനമറിഞ്ഞു ആനന്ദ സിന്ധുവാന്നി അറിവായുലകിൽ വന്നു നീ തോഴനാക്കി എന്നെ നീ തോഴനാക്കി എന്നെ നിൻ സ്നേഹമേകുവാൻ പാലനകൾ നൽകുവാൻ ലാലനകൾ നൽകുവാൻ എൻ പ്രിയനായി മാറുവാൻ നീ എന്നെ തേടി വന്നു നീ എന്നെ തേടി വന്നു നിൻ സ്നേഹമേകുവാൻ പാലനകൾ നൽകുവാൻ